എല്ലാവരെയും ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. ശരത്, നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാ ഗ്രൂപ്പിലും ഒന്ന് അറിയിക്കാം കേട്ടോ. ഓൾറൈറ്റ്, നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഈ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്ത് ഒരുപാട് പേര് ഇതിനു മുൻപ് വെബിനാർ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവരുണ്ടാവും. അവർക്ക് എല്ലാവർക്കും ശരത് എന്ത് ചെയ്യണം, ഒന്ന് അപ്ഡേറ്റ് അറിയിക്കണം. ഓക്കെ, ജസ്റ്റ് ലെറ്റ് ദം നോ ദിസ് വെബിനാർ ഇസ് ഗോയിങ് ടു ഹാപ്പൻ. ആക്ച്വലി എന്താണ് EFT എന്നുള്ളത് നമ്മൾ ഇന്നൊന്ന് കുറച്ച് ഡെപ്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകണം. സോ നിങ്ങൾ റെഡിയാണെന്ന് വിചാരിക്കുന്നു. വി ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരും ഒന്ന് വീഡിയോയിൽ വരാൻ ശ്രമിക്കുക കേട്ടോ. പ്ലീസ് ബി ഇൻ വീഡിയോ. ഓക്കെ, താങ്ക് യു ഫോർ ജോയിനിങ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻട്രൊഡക്ഷൻ ടു EFT. എന്താണ് EFT എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. വാട്ട് ഈസ് EFT, വൈ EFT ആൻഡ് ഹൗ വി ക്യാൻ അപ്ലൈ EFT ഇൻ അവർ ലൈഫ്. ഇപ്പൊ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ടാപ്പിംഗ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഇമോഷണൽ ബ്ലോക്സ് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇമോഷണൽ ബ്ലോക്സ് ഉള്ള ടാപ്പിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടൂള് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ വർക്ക്ഷോപ്പിൽ EFT എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ എങ്ങനെ അത് അപ്ലൈ ചെയ്യാം, ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യും. പ്ലസ് നമ്മുടെ ലൈഫിൽ നമുക്കൊരു ടാപ്പിങ്ങും കൂടെ ഉണ്ടാവും. നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ഒരു ഹീലിംഗ്, നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഹീലിംഗും കൂടെ നമ്മൾ എന്ത് ചെയ്യും, സെഷനും കൂടെ ചെയ്യും, ടാപ്പിംഗ് സെഷനും കൂടെ ചെയ്യും. അതേപോലെ തന്നെ നമുക്കൊരു വർക്ക് ബുക്ക് നിങ്ങൾക്ക് നൽകും. ഈ ഒരു സെഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്ക് ബുക്കും കാര്യങ്ങളും നൽകും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ എന്ത് ചെയ്യും, നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും. ആദ്യമായിട്ട് ഈ ഒരു സെഷൻ, ഇത്തരത്തിലുള്ള നമ്മുടെ ഒരു സെഷൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ, ജസ്റ്റ് മീ എന്ന് കമന്റ് ചെയ്യുക. ഇഫ് യു ആർ അറ്റൻഡിങ് ഫസ്റ്റ് ടൈം, ജസ്റ്റ് കമന്റ് ഡൗൺ മീ. ഓക്കെ, ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ മീ എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഇഫ് യു ആർ അറ്റൻഡിങ് ഫോർ ഫസ്റ്റ് ടൈം. ശരത്, യെസ് അനൈസ് പറയുന്നു, യെസ് മീ. ഓക്കെ, റിൻഷ, ഓക്കെ, വെരി ഗുഡ്. റിൻഹ, വെരി ഗുഡ്. സോ ഇനി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ശരത്, ആർ യു ദേർ? ശരത് കേൾക്കുന്നില്ല, ഒന്ന് പറയാവോ, സംസാരിക്കാവോ? ഹലോ, സാർ കേൾക്കുന്നുണ്ട്. നിലവിൽ നമ്മളുടെ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടല്ലോ, കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മളുടെ ഈ ഒരു വെബിനാറിന്റെ വീഡിയോ കണ്ടിട്ട് നോട്ട് ചെയ്തിട്ട് ഇതിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അല്ലെ? എത്ര പേരുണ്ടാവും ഏകദേശം? ഒരു 50+ ഉണ്ട്. 50+ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും പേഴ്സണൽ ആയിട്ട് എന്ത് ചെയ്യാം, ഒരു നമ്പറിലേക്ക് എന്ത് അയച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ട് അല്ലെ? സോ അവര് ഉടൻ തന്നെ അത് റീച്ച് ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അവർ പ്രതീക്ഷിക്കാം. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് റിമൈൻഡർ അയക്കുക, സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മുടെ സെഷനിലേക്ക് നമുക്ക് കിടക്കാം. വാട്ട് ഈസ് EFT എന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം ഈ ഒരു സംഗതി എന്താണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ട്രോമാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, സോ ആ ട്രോമാസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മളെല്ലാവരും പലരും പല രീതിയിലുള്ള ചലഞ്ചസിലൂടെ ഫേസ് ചെയ്യുന്നുണ്ടാവും അല്ലെ? നിങ്ങളൊക്കെ ഏതെങ്കിലും ചലഞ്ചസ് ലൈഫിൽ ഫേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു സെഷനിൽ വന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അത് ചിലപ്പോൾ എന്തായിരിക്കാം, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കാം, ബന്ധങ്ങളിലുള്ള പ്രശ്നമായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു ഗ്രോത്തോ കാര്യങ്ങളോ സംഗതികളോ ഉണ്ടാവില്ല. അതല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. വട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളുടെ ഏത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾക്ക് വരുന്നതും നമ്മൾ അട്രാക്ട് ചെയ്യുന്നതും നമ്മളുടെ വൈബ്രേഷൻ എന്താണ്, നമ്മളുടെ എനർജി എന്താണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ നമ്മുടെ എനർജി പലപ്പോഴും ഹൈ വൈബ്രേഷണൽ എനർജി അല്ല. എനർജി നമുക്ക് 0 മുതൽ എനർജി ലെവൽ 700+ വരെ നമ്മുടെ എനർജി ലെവൽ പറയുന്നുണ്ട്. ഓക്കെ, അതിൽ 200 ആണ് നമ്മൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള എനർജി ലെവൽ. അതിന് താഴേക്കുള്ള 200 താഴേക്ക് പോകുന്ന എനർജി ലെവൽസ് എല്ലാം നെഗറ്റീവ് ഇമോഷൻസ് കാരണമാകുന്ന എനർജി ലെവൽസ് ആണ്. അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാകുന്ന സമയത്താണ് ആ എനർജി നമുക്ക് വൈബ്രേറ്റ് ചെയ്യുന്നത്. നമ്മളധികം ആൾക്കാരും ഈ പറഞ്ഞിരിക്കുന്ന നെഗറ്റീവ് ഇമോഷൻസ് നമ്മൾ ഫീൽ ചെയ്യുന്നതിന് റീസൺ നമ്മൾ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം, പരാജയപ്പെടുന്നുണ്ടാവാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, പലതുണ്ടാവാം, പല പ്രശ്നങ്ങൾക്കുണ്ടാവാം. അപ്പൊ ആ ഒരു നെഗറ്റീവ് ഇമോഷൻസ് ട്രിഗർ ചെയ്യുന്ന ഒരു സംഗതിയിൽ നമ്മൾ സ്റ്റക്കായിരിക്കുക. നെഗറ്റീവ് ഇമോഷൻസ് നമ്മുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ എനർജി ഹയർ ഫ്രീക്വൻസിയിലേക്ക് പോകും. ഉടൻ തന്നെ നമുക്ക് നല്ല കാര്യങ്ങളും നല്ല
അനുഭവങ്ങളും നല്ല വളർച്ചയും ഉയർച്ചയും ഏത് ജോലി ചെയ്യാനും നല്ല പ്രൊഡക്ടിവിറ്റിയും മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും ജോയും നല്ല രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറുന്ന ഒരു സ്വഭാവമൊക്കെ നമുക്ക് ഡെവലപ്പ് ആയി വരും, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഉണ്ടാകും. നമ്മളുടെ സ്വഭാവം നമുക്ക് പലപ്പോഴും പല ആൾക്കാർക്ക് നല്ല ദേഷ്യമുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, വലിയ കടുത്ത ദേഷ്യമുള്ളവരുണ്ടാവും. ഈ ദേഷ്യം എന്ന് പറയുന്നത് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് തന്നെ 150 ആണ്. അത് അഹങ്കാരം എന്ന് പറയുന്ന ഇമോഷൻ ശരിക്കും പറഞ്ഞാൽ അതൊരു ഇമോഷനാണ്, അഹങ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രൈഡ്. അപ്പൊ ആ ഒരു അഹന്ത അല്ലെങ്കിൽ അഹങ്കാരം എന്നൊക്കെ പറയുന്നത് അത് 175 ആണ്, 200 താഴെയാണ്. ഓക്കെ, 150 ആണ് ഈ പറഞ്ഞിരിക്കുന്ന 150 ആണ് ദേഷ്യം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ചലഞ്ചസ് ഉണ്ട് എങ്കിൽ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ, ആ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഈ ഹോർമോൺസ് അല്ലെങ്കിൽ ഈ ഒരു ഇമോഷൻസ് നമ്മളിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്, നമ്മൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും. നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് ഏത് ഇമോഷനാണ് നിങ്ങൾക്ക്, നെഗറ്റീവ് ഇമോഷനാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫീൽ ചെയ്യാറുള്ളത് ഒന്ന് കമന്റ് ചെയ്യും. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, ഏതാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്താൽ മതി. ആങ്കർ ആണെങ്കിൽ ആങ്കർ, അല്ല ദേഷ്യമുള്ളതാണ്, അല്ലെങ്കിൽ ദുഃഖമാണ് ദുഃഖം, അല്ലെങ്കിൽ സങ്കടം, വട്ടവർ ഇറ്റ് ഈസ്, ദേഷ്യം എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ചെയ്യുക, വാട്ട് ഈസ് യുവർ ഫീലിംഗ് ആൻഡ് വാട്ട് ഈസ് യുവർ, എന്താണ് നിങ്ങളുടെ ആ ഒരു ഫീലിംഗ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. ജസ്റ്റ് ലെറ്റ് മീ നോ, ഐ വുഡ് ലവ് ടു നോ നിങ്ങളുടെ ഒരു ഇമോഷൻസ് ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് കമന്റ് ചെയ്യാമോ? ഓക്കെ, കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മണി ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്നു, OCD മാറുമെന്ന് പറയുന്നു. ഓക്കെ, നൈസ്. തീർച്ചയായിട്ടും നമുക്ക് OCD ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് 6 മാസത്തോളം 7 ക്ലാസ്സിൽ പങ്കെടുത്ത ഡിപ്രഷൻ മാറി. വെരി ഗുഡ് ഷഹീർ, താങ്ക് യു. സോ നിങ്ങളുടെ ഇമോഷൻസ്, പല രീതിയിലുള്ള ഇമോഷൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, ആ ഇമോഷൻസ് ഏതാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. അതിൽ നിന്ന് പുറത്ത് കടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നിങ്ങളുടെ എനർജി ചേഞ്ച് ആവും. അതിൽ സ്റ്റക്ക് ആയിരിക്കുകയാണ്, നമ്മളുടെ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിൽ നമ്മൾ സ്റ്റക്ക് ആയിരിക്കുകയാണ്. ദേഷ്യം, സങ്കടം, ഫെബിന ജാസ്മിൻ പറഞ്ഞു, ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഇമോഷൻസിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ടൂളാണ് എന്ത്, EFT എന്ന് പറയുന്നത്. എന്താണ് EFT, എന്തുകൊണ്ട് ഇത് നമ്മുടെ ഇമോഷൻസിൽ നിന്ന് ഫ്രീ ആയിട്ട് സഹായിക്കും, ആൻഡ് ഹൗ ഇറ്റ് ഈസ് നമ്മുടെ ഇമോഷണൽ പെയിന് നമുക്ക് എങ്ങനെ മാറ്റാം. EFT എന്ന് പറയുന്ന ടൂൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, EFT is a simple yet powerful technique that combines modern psychology with ancient Chinese acupressure. അക്യൂപ്രഷർ എന്ന് പറയുന്ന, അക്യുപങ്ക്ചർ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ, അക്യുപങ്ക്ചർ മെഡിസിൻ. സോ അക്യൂപ്രഷർ ബേസ് ചെയ്തിട്ടുള്ള ഒരു അക്യുപങ്ക്ചർ എന്ന് പറയുന്ന ഒരു മെഡിസിൻ, ഒരു ചൈനീസ് മെഡിസിൻ ആണ്, അതൊരു മെത്തേഡാണ്, ചികിത്സാ രീതിയാണ്. അതിലേക്ക് മോഡേൺ സൈക്കോളജി കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു മെത്തേഡാണ് EFT എന്ന് പറയുന്നത്. It is also known as tapping എന്ന് പറയും, ടാപ്പിംഗ് മെത്തേഡ് എന്നൊക്കെ പറയും. ഇറ്റ് ഇൻവോൾവ്സ് ജെന്റലി ടാപ്പിംഗ് ഓൺ സ്പെസിഫിക് പോയിന്റ്സ് ഓൺ ദ ബോഡി വൈൽ ഫോക്കസിംഗ് ഓൺ ഇമോഷണൽ ഇഷ്യൂസ്. നമ്മുടെ ഇഷ്യൂസ് എവിടെയാണോ നമ്മുടെ ശരീരത്തിൽ, അത് ഓരോന്നും ഓരോ ഭാഗത്താണ് നമ്മുടെ ശരീരത്തിൽ. പക്ഷെ ആ ഭാഗത്തേക്ക് കണക്റ്റഡ് ആയിക്കൊണ്ട് ചില എനർജി പോയിന്റ്സ് ഉണ്ട്, മെറീഡിയൻ പോയിന്റ്സ് എന്ന് പറയും. ആ മെറീഡിയൻ പോയിന്റ്സിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം, നമ്മുടെ നെർവസ് സിസ്റ്റം കാമാവുകയും സ്ട്രെസ് കുറയുകയും ആ ഒരു ഇമോഷൻ സ്റ്റക്കായി കിടക്കുന്ന ഇമോഷൻ എന്ത് ചെയ്യും, റിലീസ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ ഇതൊരു എന്താ വെച്ചാൽ ഒരു ഇമോഷണൽ അക്യുപങ്ക്ചർ ആണ്, വിത്ത് ടാപ്പിംഗ്, നോട്ട് വിത്ത് നീഡിൽ. സൂചിയുടെ ആവശ്യമില്ല, ഒരു ഇമോഷണൽ അക്യുപങ്ക്ചർ മെത്തേഡാണ് ഇത്. ഇത് നമ്മൾ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, ഇതുകൊണ്ട് എങ്ങനെ അസുഖങ്ങൾ മാറുന്നു, ഇതുകൊണ്ട് എങ്ങനെ നമ്മുടെ എനർജി റിലീസ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ നെർവസ് സിസ്റ്റമാണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ രീതിയിലും, നെർവസ് സിസ്റ്റമാണ് നമ്മുടെ ശരീരത്തിൽ എല്ലാ ഇമോഷൻസുമായിട്ടും എല്ലാ അവയവങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് നെർവസ് സിസ്റ്റം. അപ്പോൾ നമ്മൾ സ്ട്രെസ്സിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റം എന്ത് ചെയ്യും, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് എന്ന് പറയുന്ന സ്ട്രെസ്സിലേക്ക് പോകും. അപ്പോൾ നെർവസ് സിസ്റ്റത്തെ കാം ഡൗൺ ആക്കിയ എൻ്റെ ശരീരം കാം ഡൗൺ ആവും. കാരണം എല്ലാ ഭാഗത്തേക്കും നെർവസ് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, കണക്റ്റഡ് ആണ്. അപ്പോൾ നെർവസ് സിസ്റ്റത്തെ കാം ചെയ്യാൻ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് വെച്ചാൽ ടാപ്പിംഗ് എന്ന് പറയുന്ന ടൂള്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ എന്ത് ചെയ്യും,
അളവ്, അതിൻ്റെ ഉൽപ്പാദനം കുറയും. കോർട്ടിസോൾ എന്ന് പറയുന്നത് സ്ട്രെസ് ഹോർമോണാണ്. നമ്മുടെ ശരീരം വല്ലാണ്ട് സ്ട്രെസ്സിലേക്ക് പോകും. അത് കൂടുതൽ അളവിൽ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങളുണ്ടാവും, വണ്ണം വെക്കും. അതേപോലെ തന്നെ ഭക്ഷണം വല്ലാണ്ട് ഓവറായിട്ട് കഴിക്കുന്ന ഓവർ ഈറ്റിംഗ് സ്വഭാവം വരും. അൺഹെൽത്തി ആയിട്ടുള്ള സംഗതികളിൽ വരും. കൂടുതൽ നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യും, വല്ലാത്ത രീതിയിലേക്ക് എന്ത് ചെയ്യും, അത് ചേഞ്ച് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അത് എത്തിക്കും. മനസ്സിലാകുന്നുണ്ട്? കംപ്ലീറ്റ്ലി അസുഖങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. EFT എന്താ ചെയ്യുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ നെർവസ് സിസ്റ്റത്തെ റിലാക്സ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ അസുഖങ്ങളെ, കാര്യങ്ങളെയൊക്കെ ഹീൽ ചെയ്യാൻ വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു ഒറിജിൻ എന്താണ്, സയൻസ് എന്താണ്? ഗാരി ക്രെയ്ഗ് എന്ന് പറയുന്ന വ്യക്തിയാണ്, ഇദ്ദേഹമാണ് ഗാരി ക്രെയ്ഗ്. ഇദ്ദേഹമാണ് ഇത് കണ്ടെത്തിയത്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ഒരുപാട് ഇതിനു മുൻപ് പല മൈൻഡ് പവർ ടെക്നിക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെത്തേഡുകൾ ഇതിനു മുൻപ് ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നിട്ടുള്ള, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഫാസ്റ്റ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡാണ് ഇത് EFT എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ടൂളാണത്. പേഴ്സണൽ ഡെവലപ്മെന്റ് മേഖലയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൂളാണ്. 1990കളിലാണ് ഇത് ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തത്. തോട്ട് ഫീൽഡ് തെറാപ്പി എന്ന് പറയുന്നൊരു റോജർ കാലഹാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം നടത്തിയിരുന്ന തോട്ട് ഫീൽഡ് തെറാപ്പി എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്, തെറാപ്പി മെത്തേഡ് ഉണ്ട്. TFT എന്നാണ് അതറിയപ്പെടുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്, അതിലേക്ക് ചൈനീസ് മെഡിസിനും കൂടെ കണക്ട് ചെയ്തിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, EFT എന്ന് പറയുന്ന മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുത്തു. അപ്പൊ ഗ്രേഗ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ സിംപ്ലിഫൈഡ് ദ പ്രോസസ് ഇൻടു എ സിംഗിൾ മെത്തേഡ് ദാറ്റ് എനിവൺ കൻ യൂസ് അറ്റ് ഹോം. വീട്ടിൽ വെച്ചിട്ട് സ്വയം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ. അതിന്റെ കോർ ബിലീഫ് എന്നാണ്, ദ കോസ് ഓഫ് ഓൾ നെഗറ്റീവ് ഇമോഷൻ ഇസ് എ ഡിസ്ട്രപ്ഷൻ ഇൻ ദ ബോഡി എനർജി സിസ്റ്റം. ശരീരത്തിൽ ഒരു എനർജി സിസ്റ്റം ഉണ്ട്, എനർജി ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ എനർജി ഫ്ലോയിലേക്ക് ഒരു ഡിസ്ട്രപ്ഷൻ സംഭവിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, നെഗറ്റീവായിട്ടുള്ള എല്ലാ ഇമോഷൻസും കിടക്കുന്നത്. അപ്പൊ നെഗറ്റീവ് ഇമോഷൻസ് നമ്മൾ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ്, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ഇതെല്ലാം നമുക്ക് വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ പ്രോബ്ലം ആക്ച്വലി എന്താ, ലൈഫിൽ ഇങ്ങനെയുള്ള സംഗതികൾ, പ്രശ്നങ്ങളൊക്കെ വരാനുള്ള റീസൺ എന്താ? പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമ്മൾ പലയിടത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. ആ പ്രധാനപ്പെട്ട റീസൺ എന്താണ്? ചിന്തയാണ് എല്ലാത്തിനും കാരണം എന്ന് പറയും, അല്ലേ? പൊതുവെ നമ്മളെല്ലാവരും ചിന്തിക്കുക എന്താണ്, ഓക്കെ, എൻ്റെ ജീവിത പങ്കാളിയാണ് പ്രശ്നം, എനിക്ക് പണമില്ലാത്തതാണ് പ്രശ്നം, എനിക്ക് ആരോഗ്യമില്ലാത്തതാണ് പ്രശ്നം, എൻ്റെ ശരീരമാണ് പ്രശ്നം, എൻ്റെ അവസ്ഥയാണ് പ്രശ്നം, എൻ്റെ നാടാണ് പ്രശ്നം, എൻ്റെ നാട്ടുകാരാണ് പ്രശ്നം, അല്ലെങ്കിൽ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതാണ് പ്രശ്നം എന്നൊക്കെ പലരും പറയും. ആക്ച്വലി ഇവരൊന്നും അല്ല പ്രശ്നം, ഈ വ്യക്തികളൊന്നും അല്ല പ്രശ്നം, നമ്മുടെ ചിന്തയാണ് പ്രശ്നം. നമ്മൾ പലയിടത്തും കേട്ടിട്ടുള്ളതാണ്. ഈ ചിന്തകൾ ഇങ്ങനെയാവുന്നതിന്റെ റീസൺ എന്താണ്? ചിന്തകൾ ഇങ്ങനെയുള്ള റീസൺ, ചിന്തകൾക്ക് കണ്ടിന്യൂസ്ലി ഇങ്ങനത്തെ ചിന്ത വരാനുള്ള റീസൺ, നമുക്ക് ഇങ്ങനെ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടായി, നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് പാറ്റേൺ ഉണ്ട്, ഫീലിംഗ് പാറ്റേൺ ഉണ്ട്, എക്സ്പ്രസിങ് പാറ്റേൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ബിലീഫുകൾ, നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ലിമിറ്റിംഗ് ബിലീഫുകൾ, 45,000 ലിമിറ്റിംഗ് ബിലീഫുകൾ, ലേൺഡ് ഡിസബിലിറ്റി എന്ന് പറയുന്ന അവസ്ഥ, അതേപോലെ തന്നെ മൈൻഡിൽ കിടക്കുന്ന നെഗറ്റീവായിട്ടുള്ള പ്രോഗ്രാമിങ്ങൾ, ഇതെല്ലാം നമ്മുടെ പ്രശ്നം എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഓക്കെ, നമ്മുടെ പ്രശ്നം ഇതെല്ലാമാണ് എന്ന് നമ്മൾ പറയും. അപ്പൊ ഈ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ വരാനുള്ള റീസൺ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ട്രോമാസ് ആണ്. ആ ട്രോമാസ് അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെ എനർജി സിസ്റ്റത്തിൽ ഒരു ഡിസ്റപ്ഷൻ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ കാമായിട്ട് കൂളായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്ന സമയത്തായിരിക്കും ട്രോമ സംഭവിക്കുന്നത്. ട്രോമ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു നമുക്ക് സന്തോഷമല്ലാത്ത, നമ്മുടെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഒരാൾ നമ്മൾ വഴക്ക് പറയുകയോ, അല്ലെങ്കിൽ ഒരാൾ നല്ല രീതിയിൽ ഇൻസൾട്ട് ചെയ്യുകയോ, അല്ലെങ്കിൽ ദേഹോപദ്രവം ചെയ്യുകയോ, ഫിസിക്കലി അസോൾട്ട് ചെയ്യുകയോ, സെക്ഷലി അബ്യൂസ് ചെയ്യുകയോ, അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വീഴുകയോ, അതല്ലെങ്കിൽ നമ്മൾ ഭയപ്പെടാൻ കാരണമാകുന്ന അവസ്ഥ ഉണ്ടാവുകയോ, അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ സംഭവിക്കും. ഈ സംഭവങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് സംഭവിക്കുന്നു, ഒരു നെഗറ്റീവ് ചാർജ്, അല്ലെങ്കിൽ നമ്മുടെ എനർജി ഫ്ലോ ഉണ്ടാവും, കറക്റ്റായിട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും, പീസിൽ ഇങ്ങനെ എല്ലാം നമ്മുടെ ശരീരത്തിൽ എനർജി ഫ്ലോ ഉണ്ട്. ആ എനർജി ഫ്ലോയെ എന്ത് ചെയ്യുന്നു, ഒറ്റയടിക്ക് സ്റ്റക്ക് ആവുന്നു, ഷോക്ക് അടിക്കും. ഈ ഷോക്ക് അടിക്കുന്നത് ഓരോ ഇമോഷൻ ആയിരിക്കാം. ചിലത് ദുഃഖമാവാം, വിഷമമാവാം, സങ്കടമാവാം, പേടിയാവാം, കുറ്റബോധമാവാം, മാനക്കേടാവാം, നാണക്കേടാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണെങ്കിലും ഒരു നെഗറ്റീവായിട്ട് അവിടെ ഒരു ഇന്ററപ്ഷൻ നടക്കുന്നു, ആ എനർജി ഫ്ലോ കട്ടാവുന്നു. ഈ എനർജി ഫ്ലോ നമ്മൾക്ക് പേടിപ്പെടുത്തുന്ന, ഭയപ്പെടുന്ന, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ, വേദനിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ എനർജി ഫ്ലോ കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് നേരെ ആവുന്നില്ല. സ്വാഭാവികമായിട്ട് നമ്മുടെ എനർജി ഫ്ലോ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴൊക്കെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇത് ഇടയ്ക്കിടയ്ക്ക് ട്രിഗർ ആവും. ഇതിന് സമാനമായ എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ വീണ്ടും ഈ എനർജി ഫ്ലോ സ്റ്റക്കായി കിടക്കുന്ന എനർജി ഫ്ലോ വീണ്ടും ട്രിഗർ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് എന്ത് ചെയ്യും, വലിയ രീതിയിലേക്ക്
ബുദ്ധിമുട്ടുകളായിട്ട് പിന്നെയും വന്നുകൊണ്ടിരിക്കും. ഈ ഒരു ഇതിൽ കിടക്കുകയാണ് നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? ഇതിനൊരു EFTയുടെ ഒരു ഏറ്റവും വലിയൊരു ഇമ്പാക്ട് എന്ന് വെച്ചാൽ ലോകത്ത് ഒരുപാട് തെറാപ്പിസ്റ്റുകളും കോച്ചുമാരും അവരുടെ ട്രോമാസ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ലൈഫ് തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. സോ EFT എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? എനർജി മെറീഡിയൻസ് എന്ന് പറഞ്ഞ മെറീഡിയൻ പോയിന്റ്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. EFT ഫോക്കസ് ഓൺ ദ എനർജി മെറീഡിയൻസ് വിച്ച് ഇസ് ദ സെയിം പാത്ത് വേ യൂസ്ഡ് ഇൻ ദ അക്യുപങ്ക്ചർ. അക്യുപങ്ക്ചറിൽ ഉപയോഗിക്കുന്ന അതേ പാത്ത് വേ ഉണ്ട് നമ്മുടെ ശരീരത്തിലെ ചില പാത്ത് വേ ഉണ്ട്. ആ പാത്ത് വേയിൽ EFT എന്ത് ചെയ്യുന്നു? ഈ മെറീഡിയൻ പോയിന്റ്സിൽ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് അവിടെ ഫോക്കസ് ചെയ്തിട്ടാണ് ടാപ്പ് ചെയ്യുന്നത്. When we experience trauma or intense emotion, these energy flows become disrupted or blocked. അതായത് മെറീഡിയൻ പോയിന്റ്സിലൂടെ നടക്കുന്ന നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇന്റൻസ് ഇമോഷൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഈ എനർജി ഫ്ലോ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യപ്പെടും. അത് കറക്റ്റായിട്ട് പിന്നീട് പോകില്ല. അപ്പോൾ കറക്റ്റായിട്ട് ആ ഫ്ലോ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടാപ്പ് ചെയ്യും തോറും, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന EFT എന്ന് പറയുന്ന സംഗതി അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഫ്ലോ കറക്റ്റ് ആകും. അപ്പോൾ ടാപ്പിംഗ് ഓൺ ദീസ് മെറിഡിയൻ പോയിന്റ്സ് സെൻസ് ബ്രെയിൻ കാമിംഗ് സിഗ്നൽസ് ടു ദ ബ്രെയിൻ. ബ്രെയിനിലേക്ക് എന്ത് ചെയ്യും? ഈ ഒരു മെറിഡിയൻ പോയിന്റ്സ് നമ്മൾ കറക്റ്റായിട്ട് ടാപ്പ് ചെയ്യുമ്പോൾ ബ്രെയിനിലേക്ക് എന്ത് ചെയ്യും? കാമിംഗ് സിഗ്നൽസുകൾ എന്ത് ചെയ്യും? ബ്രെയിനിലേക്ക് ചെല്ലും. ഒരു സമാധാനത്തിന്റെ ഒരു കാമാകുന്നത്. ആൻഡ് ലെറ്റ്സ് ഡീആക്ടിവേറ്റ് ദ അമിഗ്ഡല. നമ്മുടെ ബ്രെയിനിൽ അമിഗ്ഡല എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. അതാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും എന്താ പറയുക, നമ്മുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ട്രോമയോ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഫ്ലൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് ഓൺ ആവും. അപ്പോൾ എപ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ ട്രിഗറിങ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി ഒരു ട്രോമ സംഭവിച്ചിട്ടുണ്ട്, എന്തെങ്കിലും പെയിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആ ഓർമ്മ കൊണ്ടുവരുന്ന എന്തെങ്കിലും കാര്യം വന്നാൽ വീണ്ടും ആ ഭയം വരും. വീണ്ടും എന്ത് ചെയ്യും? അമിഗ്ഡല എന്ത് ചെയ്യും? ഫ്ലൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് പോകും. പക്ഷെ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? നമുക്ക് ആ ഒരു അമിഗ്ഡല എന്ന് പറയുന്ന പാർട്ട് എന്ത് ചെയ്യും? കാമാക്കി നിർത്താൻ പറ്റും. സോ ഇവിടെ ഇമോഷണൽ റിലീസ്, യുവർ ബോഡി ഫീൽ സേഫ്, ബ്രെയിൻ കാംസ് ഡൗൺ, ഇമോഷണൽ ചാർജ് ഡിക്രീസസ്. അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷണൽ ചാർജ് ഉണ്ടാകുന്നത് എന്ത് ചെയ്യും? കുറഞ്ഞ് വരും. ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതിങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇഫ് ഇറ്റ് ഈസ് ക്ലിയർ, ജസ്റ്റ് ലെറ്റ് മീ നോ. CLR, just comment on CLR if it is clear. Just comment down CLR. Okay, very good. So ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ just comment on CLR, ക്ലിയർ എന്നുള്ളത് തന്നെ. ഓക്കെ, ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു വലിയൊരു സത്യമുണ്ട്. ഓക്കെ, നമ്മളുടെ ലൈഫിന് ഞാനൊരു സീക്രട്ട് പറഞ്ഞുതരാം. ആ സീക്രട്ട് ഞാൻ സെഷൻ്റെ ലാസ്റ്റ് പറയും കേട്ടോ. ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യുന്നവർക്ക് ആ ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ എന്ത് ഒരു PDF ഫയൽ ഷെയർ ചെയ്തു ഇന്നത്തെ സെഷനെ ബേസ് ചെയ്തിട്ട്. അതും കൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. പ്ലസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മെത്തേഡും കൂടെ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ സെഷൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഒരു തെറാപ്പിയും കൂടെ നൽകുന്നുണ്ട്. 3 കാര്യങ്ങളിലാണ്. ഒന്ന്, നിങ്ങൾക്കൊരു സീക്രട്ട് പറഞ്ഞുതരും. ഓക്കെ, എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തിട്ടുള്ള എൻ്റെ മെൻറ്റർ എന്നെ പഠിപ്പിച്ചൊരു സീക്രട്ട്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സീക്രട്ട്. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യും? ഒരു PDF ഫയൽ തരും. ആ ഫയൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളെ പേഴ്സണലി വർക്ക് ചെയ്യാം. മൂന്നാമത്തെ വരുന്നത്, നിങ്ങൾക്കൊരു തെറാപ്പി സെഷൻ ലൈവായിട്ട് തന്നെ ഇവിടെ തന്നെ ചെയ്തു തരും. ക്ലിയർ ആണോ? നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും EFT. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഫ്രീ ആണ്. റെഡി? PDF എങ്ങനെ കിട്ടും? ഗ്രൂപ്പിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾ ഓൾറെഡി ഒരു ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാൻ ഇവിടെ ലിങ്ക് ഗ്രൂപ്പിൽ അയച്ചു തരാം. ഓക്കെ, ഐ വിൽ ഗിവ് യു എ ലിങ്ക്. ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ ജോയിൻ ചെയ്താൽ മതി. ഞാൻ എൻ്റെ വർക്ക് ബുക്കുകളൊക്കെ ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പാണ്. സോ യു ക്യാൻ ഗെറ്റ് ദാറ്റ് ഗ്രൂപ്പ് വർക്ക് ബുക്ക് ഫ്രം ദർ. ഓക്കെ, ഞാൻ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്യും. ആ ലിങ്കിൽ നിങ്ങൾ എന്ത് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്താൽ മതി. റെഡിയാണോ? ഓക്കെ, റിൻഹ ചോദിക്കുന്നു, വിൽ ഇറ്റ് ഹെൽപ്പ് ക്യൂർ ആൻസൈറ്റി? ഡെഫിനറ്റ്ലി. ആൻസൈറ്റി ഒക്കെ കംപ്ലീറ്റ്ലി 0 ലെവലിലേക്ക് പോകും. നോ ഇഷ്യൂ. നമ്മുടെ അടുത്ത് ഒരുപാട് കേസ് സ്റ്റഡീസ് ഉണ്ട്. റിൻഹ, നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോ ഇഷ്യൂ. റിൻഹ ഇവിടെ ഉണ്ടോ? സ്റ്റിൽ ഹിയർ? ആർ യു ഹിയർ? യെസ് ഓർ നോ എന്ന് കമന്റ് ചെയ്യാവോ? യെസ്. 100% നിങ്ങളുടെ ആൻസൈറ്റി സംഗതികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ ഈസിലി ക്ലിയർ ചെയ്യാൻ പറ്റും. ഡോണ്ട് വറി. അത് ഞാൻ ഇന്ന് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെറുതായിട്ട് നിങ്ങൾക്ക് അതൊന്ന് ചെയ്യും. പക്ഷെ അതിൻ്റെ റൂട്ട് കോസ് ഉണ്ടാവും.
നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കറന്റ് നിങ്ങൾ ഒന്ന് നിങ്ങളുടെ നെർവസ് സിസ്റ്റം എങ്ങനെ കാമാക്കാം എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. പക്ഷേ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ ഇഷ്യൂസും, ആങ്സൈറ്റി ആയിക്കോട്ടെ, പാനിക് അറ്റാക്ക് ആയിക്കോട്ടെ, ഓവർ തിങ്കിങ് ആയിക്കോട്ടെ, PTSD ആയിക്കോട്ടെ, ഇനി അതല്ലാത്ത മറ്റുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, എന്താണെന്നുണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യാൻ പറ്റും. നീട്ടിവെക്കുന്ന സ്വഭാവം, അതായത് നിങ്ങൾ നീട്ടിവെക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റും. വൈകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ, പങ്ക്ച്വാലിറ്റി ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മടിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മറികടക്കാൻ പറ്റും. ടൈം മാനേജ്മെന്റ് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറികടക്കാൻ പറ്റും. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആങ്കർ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറികടക്കും. ഒരുവിധം എല്ലാ സംഗതിയിലേക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫർദർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. OCDയുടെ റൂട്ട് കോസ് കണ്ടെത്താൻ പറ്റുമോ? തീർച്ചയായും. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് ഒരു അഡീഷണൽ ഒരു ഗിഫ്റ്റ് കൂടെ തരാം. ഓക്കെ, ഐ വിൽ ഗിവ് യു an AI ടൂൾ വിച്ച് ഇസ് മൈൻ. ഓക്കെ, ഒരു AI ടൂൾ ഞാൻ തരാം. ആ AI ടൂൾ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂട്ട് കോസ് ഈസി ആയിട്ട് കണ്ടെത്താം. റെഡിയാണോ? ആർ റെഡി? ഡു യു വാണ്ട് ദാറ്റ് ഗിഫ്റ്റ്? വിനേഷ്, OCDയുടെ റൂട്ട് കോസ് നിങ്ങൾ കണ്ടെത്തണം എന്ന് പറഞ്ഞു. ഓക്കെ, ഷഹീർ പറയുന്നു ആഫ്റ്റർ EFT ഹ്യൂമൻ ബീങ്സ് ഗോസ് ടു ന്യൂ ബോൺ ചൈൽഡ്. വെരി ഗുഡ്. ഓക്കെ, സോ 4 ഗിഫ്റ്റുകൾ ഞാനിപ്പം ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു അല്ലേ. ഒരു EFT ടു ഇതും കൂടെ ഇതെന്നെ റിമൈൻഡ് ചെയ്യിപ്പിക്കണേ, ഈ 4 സോ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ലിങ്കും ഞാൻ എന്ത് ചെയ്യാം ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് എന്ത് ചെയ്യണം, ഉപയോഗിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ, ലെറ്റ്സ് കണ്ടിന്യൂ ദ ജേർണി. അപ്പോൾ EFT എന്താണ് എന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു, എങ്ങനെയാണ് EFT വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും കൂടി പറഞ്ഞു. ഇനി കീ ടാപ്പിംഗ് പോയിന്റ്സ് നമ്മൾ തിരിച്ചറിയണം. എവിടേക്കാണ് നമ്മൾ ടാപ്പ് ചെയ്യേണ്ടത്? ഇത്രയും സ്ഥലങ്ങളിലാണ് നമ്മൾ ടാപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 8 കോർ ടാപ്പിംഗ് പോയിന്റ്സ് ഉണ്ട് ശരീരത്തിൽ. ഒന്നെന്താ വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ ഇവിടെ കാണിക്കുന്ന കുറച്ച് പോയിന്റ്സുകളുണ്ട്, ഇതല്ലാത്തതും ഉണ്ട് കേട്ടോ. ഇവിടെ കാണിക്കുന്ന ഒരു പോയിന്റ് ഏതാണ്? ഒന്ന് ഐബ്രോ പോയിന്റ് ആണ്. ഐബ്രോ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഭാഗത്താണ്. ഈ പിക്ചറിലേക്ക് നോക്കണ്ട, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഭാഗത്ത് ഐബ്രോ പോയിന്റ്. രണ്ടാമത്തത് സൈഡ് ഓഫ് ദ ഐസ്. ഓക്കെ, പിന്നീട് വരുന്ന പോയിന്റ്സ് നിങ്ങൾക്ക് എന്താ വെച്ചാൽ അണ്ടർ ദ ഐ. ഓക്കെ, അടുത്തത് അണ്ടർ ദ നോസ്, അടുത്തത് ചിൻ, അടുത്തത് കോളർ ബോൺ, അടുത്തത് അണ്ടർ ആം. ഓക്കെ, അടുത്ത പോയിന്റ് ടോപ്പ് ഓഫ് ദ ഹെഡ്. ഓക്കെ, ഇത്രയും പോയിന്റ്സുകൾ. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ടാപ്പിംഗ് പോയിന്റ്സുകൾ ഇത് കോർ പോയിന്റ്സുകളാണ്. ഇതല്ലാത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ആണ് എന്ത്? ഇതാണ് സെറ്റപ്പ് പോയിന്റ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നത് ഈ പോയിന്റിലാണ്. ഇത് സെറ്റപ്പ് പോയിന്റ് എന്ന് പറയും. ഇതല്ലാത്ത പോയിന്റ്സുകൾ ഇത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ടോപ്പ് ഓഫ് ദ ഹെഡ്, ഓക്കെ, ഐബ്രോ പോയിന്റ്, സൈഡ് ഓഫ് ദ ഐസ്, അണ്ടർ ദ ഐസ്, അണ്ടർ ദ നോസ്, ചിൻ ആൻഡ് കോളർ ബോൺ, അണ്ടർ ആം. ക്ലിയർ ആണല്ലോ? ഇത്രയാണ് നമ്മൾ ചെയ്യുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള കോർ പോയിന്റ്സുകൾ. ഇതാണ്. ഇതല്ലാതെയും ഒരുപാട് പോയിന്റ്സുകളുണ്ട്. ഇതാണ് ടാപ്പിംഗ് EFTയിലെ ടാപ്പിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമ്മുടെ ശരീരത്തിൽ എന്തുകൊണ്ടാണ് ട്രോമ അല്ലെങ്കിൽ സംഭവിക്കുന്ന സമയത്ത് ഇമോഷൻസ് സ്റ്റോർഡ് ആവുന്നത്? ട്രോമ ഗെറ്റ് സ്റ്റോർഡ് ഇൻ ദ ബോഡി. വൈ? ബോഡി സ്റ്റോർസ് ഇമോഷൻസ് ദാറ്റ് were too overwhelming to process in the moment. നമ്മുടെ ശരീരത്തിൽ നമുക്ക് ട്രോമ സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വേദനാജനകമായ അനുഭവങ്ങൾ അത് അധികം ഉണ്ടാകുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിൽക്കുന്ന സമയത്ത്, പിന്നീട് ജനിച്ചതിന് ശേഷം 7 വയസ്സിനുള്ള ഘട്ടത്തിൽ, അതിനുശേഷം 15 വയസ്സ് വരെയുള്ള ഘട്ടത്തിനിടയിൽ. ഓക്കെ, സോ ഈ ഒരു ചെറുപ്പകാലത്ത് നടക്കുന്നുണ്ട്. അതിനുശേഷവും ട്രോമ സംഭവിക്കുന്നുണ്ട്. പല 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 വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടാവും, നമ്മളെ ബാധിക്കും. സോ ഇത് സംഭവിക്കുന്ന സമയത്ത് അത് ശരീരത്തിന് അത് പ്രോസസ്സ് ചെയ്യാൻ കഴിയില്ല. പെട്ടെന്ന് മനസ്സിലാവില്ല. ഇതൊരു ഷോക്കാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? എന്തിനാ എന്നെ ഇങ്ങനെ പറയുന്നത്? അപ്പൊ കുഞ്ഞുകുട്ടിയായിരിക്കുമ്പോൾ അനുഭവിക്കുന്ന എല്ലാ വേദനാജനകമായ അനുഭവങ്ങളും പ്രോസസ്സ് ചെയ്യാൻ കുട്ടിക്ക് പ്രായമായിട്ടില്ല. മനസ്സിലായോ? പലതും മനസ്സിലാവില്ല. മനസ്സിലാകാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും? മനസ്സിലാകാത്തതുകൊണ്ട് എന്ത് സംഭവിക്കും? മനസ്സിലാകാത്തതുകൊണ്ട് എന്താ സംഭവിക്കാം? അത് ഉള്ളിൽ എന്ത് ചെയ്യും? ബോഡിക്ക് അത് പ്രോസസ്സ് ചെയ്യാൻ കഴിയില്ല. അതാണ് സ്റ്റക്കായിരിക്കും. അപ്പം നമ്മൾക്കും ഈ ഒരു ഇത്രയും പ്രായമായിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെയും അവസ്ഥ ഇത് തന്നെയാണ്, സിമിലർലി തന്നെയാണ്. സോ ദീസ് ഇമോഷൻസ് സ്റ്റേ സ്റ്റക്ക് ആസ് ടെൻഷനായിട്ട്, വേദനയായിട്ട്, സ്ട്രെസ്സായിട്ട് ശരീരത്തിൽ എന്നും അവിടെ കെട്ടിക്കിടക്കും. ആൻഡ്
ഈ ട്രോമ ടോക്ക് തെറാപ്പി ഉണ്ട് അല്ലേ, നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നത്. അത് നമുക്ക് ട്രോമ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. പക്ഷേ സ്റ്റക്കായി കിടക്കുന്ന ഇമോഷൻസ് റിലീസ് ചെയ്യണമെങ്കിൽ, അത് കംപ്ലീറ്റ്ലി അവിടെ നിന്ന് ഒഴിവാക്കണമെങ്കിൽ അതിന് EFT തന്നെ വേണം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ദുഃഖം വന്നു കഴിഞ്ഞാൽ നമുക്കത് എവിടെ സ്റ്റോർ ചെയ്യുന്നത്? ചെസ്റ്റിലാണ്. ഓക്കെ. ഫിയർ വന്നു കഴിഞ്ഞാൽ എവിടെ സ്റ്റോർ ചെയ്യുന്നത്? പേടി വന്നു കഴിഞ്ഞാൽ, പേടിക്കുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ സ്റ്റൊമക്കിലാണ്. അങ്ങനെ ഒരുപാട് പേടിച്ചിട്ടുള്ള ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറഞ്ഞുള്ള അസുഖം, അതല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഗ്യാസിന്റെ പ്രശ്നം. അപ്പൊ പേടി ഏറ്റവും കൂടുതൽ കുടുങ്ങിയിട്ടുള്ള ആൾക്കാർക്കാണ് ഗ്യാസിന്റെ അസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ദേഷ്യം വല്ലാണ്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും? താടിക്കും അതേപോലെ തന്നെ പല്ലിനും ഒക്കെ പ്രശ്നങ്ങൾ വരും. അതേപോലെ കൈകൾക്ക് പ്രശ്നം വരും, വല്ലാണ്ട് ദേഷ്യമുള്ള ആൾക്കാർക്ക്. അപ്പൊ ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറേ ഇമോഷൻസ് നമ്മുടെ ശരീരത്തിൽ ഇതേപോലെ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വേറൊരു കൂടെ ജസ്റ്റ് എന്ത് ചെയ്യുക, കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വേണം എക്സ്പ്ലെയിൻ ചെയ്യണം ഏതൊക്കെ ഭാഗത്താണ് കുറച്ചുകൂടെ ഇമോഷൻസ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. ഓക്കെ, കൂടുതൽ ഇമോഷൻസ് എവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്ന കൂടെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക പറഞ്ഞുതരാം. ബിക്കോസ് ഐ വിൽ ജസ്റ്റ് give it to you. Sweet. Okay. നമ്മുടെ ഇമോഷൻസ് അധികം നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നത് ഓക്കെ. ഓക്കെ, കാണാൻ പറ്റുന്ന സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇമോഷൻസ് ദേഷ്യമാണെന്നുണ്ടെങ്കിൽ എവിടെയാണ്? ലിവർ, അതേപോലെ ഷോൾഡേഴ്സ്. ദേഷ്യമുള്ള ആൾക്കാർക്ക് ഷോൾഡറിന് പെയിൻ വരും, ലിവറിന് പ്രശ്നം വരും, അതേപോലെ തന്നെ ജോക്കും പ്രശ്നങ്ങൾ വരും. താടിയില്ല കേട്ടോ, ജോ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് പ്രശ്നങ്ങൾ വരും. ഇനി നെക്സ്റ്റ്, ഫിയർ ആണെന്നുണ്ടെങ്കിൽ, ഭയമാണെന്നുണ്ടെങ്കിൽ കിഡ്നിക്ക് പ്രശ്നം വരും, ലോവർ ബാക്കിന് പ്രശ്നം വരും, അതേപോലെ ബ്ലാഡറിന് പ്രശ്നം വരും. ഫിയർ അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഏരിയയിലേക്ക് പ്രശ്നം വരും. മനസ്സിലാവുണ്ടോ? അതേപോലെ തന്നെ ഗ്രീഫ് ആണെന്നുണ്ടെങ്കിൽ ചെസ്റ്റിലാണ് ബുദ്ധിമുട്ട് വരിക, ചെസ്റ്റിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അത് ചെസ്റ്റിന്റെ ഈ ഭാഗത്താവുമ്പോൾ ലങ്സിനെ ബാധിക്കും, അതേപോലെ തന്നെ അതായത് ശ്വാസകോശത്തെ ബാധിക്കും, ചെസ്റ്റിനെ ബാധിക്കും, ഹൃദയത്തെ ബാധിക്കും. ദുഃഖം വല്ലാണ്ട് ഉണ്ടായി കഴിഞ്ഞു. അതേപോലെ തന്നെ ഷെയിം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വല്ലാണ്ട് ഒരു കുറ്റബോധം, മോശം അവസ്ഥ, അങ്ങനെയുള്ള സംഗതിയാണെന്നുണ്ടെങ്കിൽ നേരെ അത് ഗട്ടിലാണ്, വയറിന്റെ ഭാഗത്താണ്. സ്റ്റൊമക്ക്, ഗട്ട്, ലോവർ അബ്ഡമൻ, അടിവയറ്റിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഷെയിം, സ്വന്തത്തോട് നല്ലൊരു ഫീലിംഗ് അല്ല. നമ്മളിൽ അധികം ആൾക്കാർക്ക് നല്ല ഫീലാണ് ഉള്ളത്, അല്ലല്ലോ. ഞാൻ പോരാ എന്നുള്ള ഫീലിംഗ് ഉണ്ടെങ്കിൽ, ഞാൻ എന്താ ഇങ്ങനെ, ഞാൻ എന്താ എപ്പോഴും വൈകുന്നത്, ഞാൻ എന്താ ഒന്നും നന്നാവാത്തെ, ഞാൻ എന്താ ഇങ്ങനെ, എനിക്ക് ഒരുപാട് കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, പരിഹസിക്കൽ, ഒറ്റപ്പെടുത്തൽ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും IBS പോലുള്ള ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അല്ലെങ്കിൽ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്ത് ഗിൽറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇവിടെ ഗ്യാസിന്റെ പ്രശ്നം വേറെ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ അപ്പർ ബെല്ലി ബോൺ, ഈ ഭാഗത്ത് ഗ്യാസിന്റെ അസിഡിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവും. മനസ്സിലാവുണ്ട്? കുറ്റബോധം വല്ലാണ്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാർ. ആങ്സൈറ്റി വല്ലാണ്ട്, ആങ്സൈറ്റിയെ കുറിച്ച് നേരത്തെ ചോദിച്ചു. ആങ്സൈറ്റി ഉള്ള ആൾക്കാർക്ക് എന്താ വെച്ചാൽ ചെസ്റ്റിന്റെ ഭാഗത്താണ് പ്രശ്നം വരിക. അവരുടെ ഡയഫ്രം, ത്രോട്ട്, ചെസ്റ്റ്, ഈ പ്രശ്നം. ഇതിന് പ്രശ്നം എന്താ സംഭവിക്കുക? ഹൃദയമിടിപ്പ് കൂടും, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരും,
ത്രോട്ട് ഭയങ്കര ടൈറ്റ് ആവുന്ന പോലെ ഫീൽ ചെയ്യും. ഇതൊക്കെ ഈ ഭാഗത്ത് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അടുത്തത് എന്താണ്? റിസെന്റ്മെന്റ്. അല്ലാണ്ട് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ എന്ന് വെച്ചാൽ വെറുപ്പ്, വിദ്വേഷം കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ട് നടക്കുക. ഒരു നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല പലതും. നമുക്ക് സഹിക്കാൻ ഇഷ്ടമില്ല. അങ്ങനത്തെ സംഗതിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പർ ബാക്ക് പെയിൻ, ബിറ്റർ ആറ്റിറ്റ്യൂഡ്, ഭയങ്കരമായിട്ട് ദേഷ്യം, അങ്ങനെയുള്ള സംഗതികളൊക്കെ നമുക്ക് എന്തിനും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ആവും. റിജക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കപ്പെട്ടു, ഒറ്റപ്പെടുത്തപ്പെട്ടു, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യപ്പെട്ടു, അവഗണിക്കപ്പെട്ടൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ കൈകളിൽ അസുഖങ്ങൾ വരും, വേദന വരും, പെയിന് വരും. കൈകളിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ബിട്രയൽ, ചതി വഞ്ചനയാണെന്നുണ്ടെങ്കിൽ നെക്കിനാണ്, കഴുത്തിന്റെ ഈ നെക്കി ഭാഗത്തേക്കാണ്. കാരണം ഏറ്റവും ട്രസ്റ്റ് ഫീൽ ചെയ്യുന്ന ആവശ്യമുള്ള സ്ഥലമാണിത്. ഓക്കെ, ഏറ്റവും അപ്പൊ ആ ഭാഗത്ത് എന്താ വെച്ചാൽ ബുദ്ധിമുട്ട് വരും. അതേപോലെ തന്നെ മൈഗ്രെയിൻ, തലവേദന വരും. മെന്റൽ ഫോഗ്, ചിന്തിക്കാൻ കറക്റ്റ് ആകാൻ കഴിയില്ല. ചതി വഞ്ചനയോടെ പറ്റും. പവർലെസ്നെസ്, ഓക്കെ, പവർലെസ്നെസ് വരും. ഇൻ യുവർ ലൈൻസ്, അതായത് ലെഗ്സിൽ, അതായത് ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഒരുപാട് കൺട്രോൾ ചെയ്യപ്പെട്ടു, ഒരുപാട് ഷൗട്ട് ചെയ്യപ്പെട്ടു, ഒരുപാട് നെഗറ്റീവായിട്ട് പറയപ്പെട്ടു, കുറ്റങ്ങൾ മാത്രം പറഞ്ഞു കേട്ടു. ഇങ്ങനെയുള്ള സംഗതികൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അരയുടെ ഭാഗം, കാലിന്റെ ഭാഗം, കാൽപാദം, ഇവിടെ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നുകൊണ്ടിരിക്കും. ഈ ഭാഗത്താണ്. അസൂയ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ കണ്ണിനായിരിക്കും പ്രശ്നം. കണ്ണിന് കാഴ്ചക്കുറവുണ്ടാകും, പ്രശ്നങ്ങൾ സംഭവിക്കും. ഇങ്ങനെയുള്ള സംഗതികൾ. ഡിസ്ഗസ്റ്റ്, വെറുതെ ഒരു എന്താ പറയാ, വല്ലാത്തൊരു വെറുപ്പ് അങ്ങനെ കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഗട്ടിനും അടിവയറ്റിനും പ്രശ്നം വരും. അതേപോലെ തന്നെ ത്രോട്ടിനും ഇഷ്യൂസ് വരും. ഓക്കെ, സോ ഇതിന് നമുക്ക് എന്താ വെച്ചാൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് EFT ഉപയോഗിച്ചിട്ട് ചെയ്യാൻ? ഈ ഒരു ഏരിയയിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഓരോ പോയിന്റുകളിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഈ ഏരിയകൾ എന്ത് ചെയ്യും? അവിടെയുള്ള ട്രോമാസ് റിലീസ് ചെയ്യും. റിലീസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ശരീരം ഒരു ലെറ്റ് ഗോ ചെയ്യാൻ, ആ ട്രോമയെ വിട്ട് കളയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പ്രിപ്പയർഡ് ആകും. പ്രിപ്പയർഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിന് കറക്റ്റ് വേർഡുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഇമോഷണൽ ചാർജിനെ പുതിയ ബിലീഫ് വെച്ചിട്ട് എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? സംസാരിക്കുക. അങ്ങനെ കറക്റ്റായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അടിവയറ്റിലും നാഭിയിലും സമ്മർദ്ദം ഉണ്ടാവുന്നതോ അത് വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഒറ്റപ്പെട്ടു, അവഗണന ഒരു വലിയ പ്രശ്നമാണ്. ഓക്കെ, അത്തരത്തിലുള്ള സംഗതികൾ ഒരു പ്രശ്നമായിട്ട് വരും. അവഗണന ഉണ്ടാവാം, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ലൈഫിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, ഇത്തരത്തിലുള്ള പെയിനും കാര്യങ്ങളും കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇഷ്യൂസ് ഉണ്ടാകും. അപ്പൊ ഇന്ന് നമുക്ക് ഒരു ജസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ പവർലെസ്നെസ്, ലൈഫിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സംഗതി, ചതിക്കപ്പെട്ടു എന്നുള്ള ഫീലിംഗ് ഉണ്ടാവുക, കുറ്റബോധം വല്ലാണ്ട് ഉണ്ടാവുക, ഇങ്ങനെയുള്ള സംഗതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞതിലേക്ക് ഇനി വീണ്ടും കണക്ട് ചെയ്തിട്ട് വരാം. EFT റിലീസ് ചെയ്യുന്നത് പല സ്ഥലങ്ങളിൽ ഇതേപോലെ എക്സാമ്പിൾസ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ എങ്ങനെയാണ് EFT ഈ സ്റ്റക്ക് ആയിട്ടുള്ള എനർജി റിലീസ് ചെയ്യുന്നത്? ടാപ്പിംഗ് റെഗുലേറ്റ്സ് യുവർ നെർവസ് സിസ്റ്റം ഇൻ റിയൽ ടൈം. നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ, ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ടച്ച് ചെയ്യുക, ടാപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നെർവസ് സിസ്റ്റം എന്ത് ചെയ്യും? കാമായിട്ട് വരും. സ്ട്രെസ് റെഡ്യൂസ് ആകും. കോർട്ടിസോൾ എന്ത് ചെയ്യും? കുറയും. സ്ട്രെസ് ഹോർമോണാണ് കോർട്ടിസോൾ, അത് കുറയും ശരീരത്തിൽ. അതേപോലെ അമിഗ്ഡല എന്ത് ചെയ്യും? ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് എന്ന് പറയുന്നത് ആക്ടിവേറ്റഡ് ആവണമാണ്. അത് എന്ത് ചെയ്യും? കാമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും. ആൻഡ് ദെൻ കുറച്ചുകൂടെ കൺട്രോൾഡ് ആയിട്ട് കാമായി മാറും. എന്നിട്ട് ഒരു ലൈഫ് ഒരു ബാലൻസ് വരും. ബ്രിങ് ഇമോഷണൽ ബാലൻസ്. ഇമോഷൻസ് എന്താ? ബാലൻസ് ആണ്. എനർജി ബാലൻസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? എനർജി എന്ത് ചെയ്യും? ബാലൻസ് ആയിട്ട് വരും. എന്നിട്ട് എന്ത് ചെയ്യും? അതിന് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോസസ് മെമ്മറീസ്. ഇതിന്റെ കൂടെ എന്ത് ചെയ്യും? സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നു. ഓർമ്മകളിലേക്ക് നമ്മൾ പോകുന്നു. പഴയ നമുക്ക് ട്രോമ സംഭവിച്ചിട്ടുള്ള എന്താണോ ആ ഇൻസിഡന്റ് സംഭവിച്ചിട്ടുള്ള തെറാപ്പി ചെയ്യുമ്പോൾ അതിലേക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ പെയിൻഫുൾ മെമ്മറീസിനെ എടുത്തിട്ട് അതിന്റെ ഇമോഷണൽ ചാർജ് എന്ത് ചെയ്യും? കാമാക്കി മാറ്റും. എന്നിട്ട് പുതിയൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യും. ക്രിയേറ്റ് സ്പേസ് ഫോർ ക്ലാരിറ്റി ആൻഡ് പീസ്. സമാധാനത്തിലേക്കും ക്ലാരിറ്റിയിലേക്കും എന്ത് ചെയ്യും? ശരീരത്തെ എത്തിക്കും. നേരെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ചില വാക്കുകൾ പറയുമ്പോൾ ആ മെമ്മറിയിലേക്ക് പോകുന്നു, ആ ട്രോമ എടുക്കുന്നു. ആ ട്രോമ എടുത്തിട്ട് നമ്മൾ ടാപ്പിംഗ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഉടനെ ശരീരത്തിൽ എന്ത് ചെയ്യും? ആ ഒരു ട്രോമയുടെ ഇന്റൻസിറ്റി, നല്ല ഇന്റൻസിറ്റി ഉണ്ടാകും ആ ഒരു ട്രോമ നമ്മൾ എടുത്ത് ഹീൽ ചെയ്യുമ്പോൾ. ഓരോ ട്രോമയും എടുത്ത് ഹീൽ ചെയ്യണം. 3000-ഓളം ട്രോമാസ് ഉണ്ട്. ഈ ഓരോ ട്രോമാസും നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ 3000-ഓളം ട്രോമാസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ
നമ്മളുടെ ആ ഒരു ബ്ലോക്ക് മാറും, എനർജി ബ്ലോക്ക് മാറും, ഇമോഷൻ ബ്ലോക്ക് മാറും. അത് ബ്ലോക്ക് മാറുന്നതോടുകൂടി പിന്നീട് നമ്മൾ കാമായിട്ട് റിലാക്സ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഈ ഒരു ടൂൾ എന്ന് പറയുന്നത് ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ലൈഫിൽ ടൈം മാനേജ്മെന്റ് സെറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ ലൈഫിൽ എന്താ വെച്ചാൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കേണ്ടത്. ഇത് ചെയ്യാതെ നമ്മൾ ഈ ഒരു ട്രോമയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തത്, നമുക്ക് കറക്റ്റ് ട്രാക്കിലേക്ക് വരാൻ പറ്റാത്തത്. അപ്പോൾ ഹീലിംഗ് നല്ല രീതിയിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് നമുക്ക് മാറാൻ പറ്റും. അപ്പോൾ അതിനെന്താണ് നമുക്കൊരു ഡെമോ മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിലേക്ക് നമുക്ക് പോകാം. അതിലേക്ക് പോകുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇതിന് സീരിയസ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടോ? സീരിയസ് ആയിട്ട് ഈ ഒരു സംഗതി പഠിക്കണം, എന്നിട്ട് നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതൊന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഓൺ യെസ് എന്ന് കമന്റ് ചെയ്യുക. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, കൂടുതൽ പഠിക്കണം, സംഗതികൾ പഠിക്കണം താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഓൺ യെസ് എന്ന് കമന്റ് ചെയ്യുക. എത്ര പേരുണ്ടെന്ന് നോക്കാം. ഓക്കെ, സീരിയസ് ആയിട്ട് ഇത് പഠിക്കണം, ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരണം, നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും എഴുതി. അങ്ങനെ സീരിയസ് ആയിട്ട് ഇത് പഠിക്കുന്നത് എന്തിനാണ്? വൈ യു വാണ്ട് ടു ലേൺ? എന്താ നിങ്ങൾക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യേണ്ടത്? വട്ട് യു വാണ്ട് ടു അച്ചീവ്, വട്ട് യു വാണ്ട് ടു ക്രിയേറ്റ്? നിങ്ങൾക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യും? പണം സമ്പാദിക്കണമെന്നാണെങ്കിൽ അത് എഴുതിക്കോളൂ. വേറെ എന്തെങ്കിലും ചെയ്യണമെന്നാണെങ്കിൽ അത് എഴുതിക്കോളൂ. പീസ്ഫുൾ ആവണം, ഓക്കെ, വെരി ഗുഡ്. ഹാപ്പി ആവണം, വെരി ഗുഡ്. ഒരു പീസ്ഫുൾ ലൈഫ് വേണം, റിൻഷ, വെരി ഗുഡ്. റിൻഹ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. വേറെ വട്ട് എൽസ് യു വാണ്ട് ടു അച്ചീവ്? ഹാപ്പിനെസ് വേണം. ആർക്കും പണമൊന്നും വേണ്ടേ? മണി, ഹാപ്പിനെസ്, പീസ് വേണം. ടു ബി എ ഗുഡ് സിറ്റിസൺ ആൻഡ് ടു മേക്ക് റിമാർക്സ്. ഫരിസോളൂ, നല്ലൊരു സിറ്റിസൺ ആയിട്ട് മാറണം, വെരി ഗുഡ്. നല്ല ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യണം. ഒരു നല്ലൊരു ലീഡറായിട്ട് മാറണം, നല്ല ഗ്രോ ചെയ്യണം, ഷഫീർ പറയുന്നു, വെരി ഗുഡ്. ബിസിനസ്സിൽ ഗ്രോ ചെയ്യണം, ഓക്കെ. വേറെ വാട്ട് എൽസ്? നിങ്ങളുടെ ഗോളുകളും നിങ്ങളുടെ ആഗ്രഹങ്ങളും. എനിക്ക് ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സമാധാനം നേടിയാൽ മാത്രം പോരാ. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ പഠിപ്പിക്കാനും കോച്ച് ചെയ്യാനും ഗൈഡ് ചെയ്യാനും റെഡിയാണ്, ലൈഫ് ടൈം. ഓക്കെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ലൈഫ് ടൈം നിങ്ങളെ കോച്ച് ചെയ്യാനും ഗൈഡ് ചെയ്യാനും ഞാൻ റെഡിയാണ്. നമ്മൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ കമ്മിറ്റ്മെന്റ്, ഓക്കെ. പേഴ്സണാലിറ്റി ഗ്രോ ചെയ്യണം, വെരി ഗുഡ്. കുടുംബ നിലവാരം ഉയർത്തണം, ഫാന്റാസ്റ്റിക്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്ന് പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ട്രോമാസ് നമുക്ക് ഹീൽ ചെയ്യാം. ഇപ്പോഴത്തെ നമ്മുടെ ലൈഫും ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ലൈഫും ഞാൻ പറയുന്നു, നമ്മളുടെ പാസ്റ്റിൽ നമുക്ക് എന്ത് സംഭവിച്ചു അതിനെ ബേസ് ചെയ്തിട്ടാണ്. കുഞ്ഞുനാളിൽ നമുക്ക് എന്താണ് സംഭവിച്ചത്? നിങ്ങൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നൊരു സംഗതി. നമുക്ക് നമ്മളുടെ മനസ്സിനുള്ളിൽ എന്താണോ അകത്തുള്ളത് അതാണ് നമുക്ക് പുറത്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അകത്ത് എന്താണോ ഉള്ളത് അതാണ് പുറത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെയൊക്കെ അകത്ത് ഇപ്പോൾ ഉള്ളത്, ചെറുപ്പകാലത്ത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഭ്രൂണമായി രൂപപ്പെട്ടത് മുതൽ ജനിച്ച് ഇത്രയും കാലത്തിനിടയിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് വേദനാജനകമായ അനുഭവങ്ങളിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള കുറേ ഇമോഷൻസും ഫീലിങ്സും സംഗതികളൊക്കെ ശരീരത്തിൽ കിടക്കുന്നുണ്ട്. ഈ നെഗറ്റീവ് ഇമോഷൻസ് അനുഭവിച്ചതിൻ്റെ സമയത്ത് നമ്മൾ ഓരോന്നും അനുഭവിക്കുന്ന സമയത്ത് ഒരു ഡിസിഷൻ എടുക്കും, ഒരു തീരുമാനം എടുക്കും. ആ തീരുമാനം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരെയും വിശ്വസിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഈ ലോകം അത്ര നന്മ നിറഞ്ഞതല്ല, ലൈഫ് പ്രയാസമാണ്, എനിക്കൊന്നും അറിയില്ല, ഞാൻ ഒറ്റപ്പെട്ടു, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എനിക്കാരുമില്ല, ഞാൻ വീക്കാണ്, ഞാൻ ഒന്നിനും കൊള്ളാത്തവരാണ്, അതുകൊണ്ടല്ലേ അവർ എന്നെ വഴക്ക് പറഞ്ഞത്, അതുകൊണ്ടല്ലേ എന്നെ മാതാപിതാക്കൾ വഴക്ക് പറഞ്ഞു, അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും മിസ്റ്റേക്സുകൾ ചെയ്തതുകൊണ്ടല്ലേ, അപ്പോൾ ഞാൻ ഒന്നിനും കൊള്ളില്ല. ഇങ്ങനെ നമ്മൾക്ക് നമ്മളെക്കുറിച്ചുള്ളിലുള്ള കുറേ ഇമേജസും വിശ്വാസങ്ങളും കാര്യങ്ങളുണ്ട്. ഇതാണ് ചെറുപ്പകാലത്ത് സംഭവിച്ച കാര്യം. ഇത് 15 വയസ്സിനുള്ളിൽ സംഭവിച്ചിട്ട് അതൊരു കോൺക്രീറ്റ് ആയിട്ട് സെറ്റാക്കും. അതാണ് ഫൗണ്ടേഷൻ, അതാണ് അടിത്തറ. അതിന് മുകളിലാണ് നമ്മുടെ ലൈഫ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സ്വഭാവത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്, നിങ്ങൾ ചെറുപ്പം മുതലേ ചിലപ്പോൾ ദേഷ്യമുള്ള ആളായിരിക്കാം, ചെറുപ്പം മുതലേ ചിലപ്പോൾ പെട്ടെന്ന് സങ്കടപ്പെടുന്ന ആളായിരിക്കാം, ചെറുപ്പം മുതലേ പെട്ടെന്ന് പേടിക്കുന്ന ഒരാളായിരിക്കാം, ചെറുപ്പം മുതലേ നിങ്ങൾ കോൺഫിഡൻസ് ഇല്ലാത്ത ആളായിരിക്കാം, ചെറുപ്പം മുതലേ നിങ്ങൾ അല്ലേ, ഇത് പെട്ടെന്ന് ചിലപ്പോൾ സംഭവിച്ചതല്ലായിരിക്കാം. കുറേ സൈഡ് അങ്ങനെയാണ്. ചില ആൾക്കാർ ചെറുപ്പത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു, സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് ആക്റ്റീവ് ആയിരുന്നു. പിന്നെ പക്ഷേ ലൈഫിൽ മാരേജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ദുരന്തം ഉണ്ടായി, അല്ലെങ്കിൽ ഡിവോഴ്സ് സംഭവിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു, റിലേഷൻഷിപ്പിൽ ടോക്സിക് ആയിട്ടുള്ള ഇഷ്യൂസും സംഗതികളും കാര്യങ്ങളൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ലൈഫ് ഫെയിലിയർ ഉണ്ടായി, അതിനുശേഷം കംപ്ലീറ്റ്ലി തകർന്നു പോയി. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം. ബട്ട് എവർ ഇറ്റ് ഇസ് പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾക്ക് ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് ഒരു പ്രത്യേക തീരുമാനങ്ങൾ നമ്മൾ എടുക്കും.
നമ്മൾ നമ്മളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ തന്നെ തീരുമാനിക്കും. ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, എനിക്കിതേ പറ്റുള്ളൂ, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ സംഭവിക്കും. ഇതിനെ പറയുന്ന പേരാണ് പ്രോഗ്രാമിംഗ്. ഇതിനെ പറയുന്ന പേരാണ് നമ്മൾ ചെക്ക് ചെയ്യാത്ത അൺചെക്ക്ഡ് ട്രൂത്ത് എന്ന് പറയുന്ന നമ്മൾ വിശ്വസിക്കുന്ന സത്യങ്ങൾ, കോർ ബിലീഫ്. ഇതാണ്. ഈ ബിലീഫാണ് നമ്മുടെ സ്വഭാവം തീരുമാനിക്കുക, നമ്മുടെ പെരുമാറ്റം തീരുമാനിക്കുക, നമ്മുടെ എങ്ങനെ പ്രവർത്തിക്കണം തീരുമാനിക്കുക, നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം തീരുമാനിക്കുക. ഈ സംഗതികളൊക്കെ ഇതാണ്. നമ്മൾ പീസ്ഫുൾ ആണോ അല്ലെങ്കിൽ തീരുമാനിക്കുന്നതാണ്. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ പാസ്റ്റ് നമുക്ക് ക്ലിയർ ചെയ്യാം. അത് ക്ലിയർ ചെയ്യണമെങ്കിൽ കുറച്ച് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഒറ്റയ്ക്ക് നിങ്ങൾ കുറേ കാലമായി ട്രൈ ചെയ്യുന്നത് നടക്കുന്നില്ല. ബട്ട് ഐ ക്യാൻ ഹെൽപ്പ് യു. ഞാൻ ഹെൽപ്പ് ചെയ്യാം. എൻ്റെ ടീമും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. ഇഫ് യു ആർ വില്ലിംഗ് ടു ഡു ദ വർക്ക്, നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ, ടൈം മാറ്റി വെക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, അതിന് വേണ്ടിയിട്ട് പണം മാറ്റി വെക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, ഐ എം ഹാപ്പി ടു ഹെൽപ്പ് യു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് അങ്ങോട്ട് ലൈഫ് ടൈം നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യാം, ഞങ്ങളുടെ ഈ ഒരു എന്താ പറയുക ഒരു ടീം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ലൈഫ് ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മെമ്പർഷിപ്പ് തരാം. ആ മെമ്പർഷിപ്പിലേക്ക് നിങ്ങൾ വരിക. ആ മെമ്പർഷിപ്പിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ഒരു മാസത്തെ ഒരു കോഴ്സ് തന്നെ ഉണ്ടാകും. ആ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ പേഴ്സണലായിട്ട് നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് നമ്മുടെ മെന്റേഴ്സ്, ഞാൻ അടക്കമുള്ള ടീം മെമ്പേഴ്സ് അടങ്ങിയിട്ടുള്ള മെന്റേഴ്സ് നിങ്ങൾ എന്തെങ്കിലും ഹീൽ ചെയ്യും. നിങ്ങളുടെ ഓരോ ട്രോമാസും എടുത്ത് ഹീൽ ചെയ്യും. അങ്ങനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് നൽകും. അങ്ങനെ നൽകിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഹീലിംഗിലേക്ക് വരാം. അങ്ങനെ ഹീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ, വൺസ് നിങ്ങളത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ ഹീലിംഗ് കാര്യങ്ങൾ നമ്മൾ സെറ്റിൽ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് നൽകും, എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യണം ഓരോ ഏരിയയിൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ഈ ട്രോമാസോ വിഷമങ്ങളോ പ്രശ്നങ്ങളോ തീർന്നാൽ മാത്രം പോരാ, നിങ്ങൾ ലൈഫിൽ എന്തായിരിക്കും, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബെറ്റർ പേഴ്സണാലിറ്റി ആയിട്ട് നിങ്ങൾ മാറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മെമ്പർഷിപ്പിലേക്ക് വരാം. മെമ്പർഷിപ്പിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനൊരു ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഐ വിൽ ഷോ യു. ഐ വിൽ ജസ്റ്റ് ഗിവ് യു എ ഗൈഡൻസ് അബൌട്ട് ദാറ്റ്. ഓക്കെ, ഇൻ എ മിനിറ്റ്. സോ ഡീപ്പർ ലെവൽ ഞാൻ തെറാപ്പിയിലേക്ക് വരാം കേട്ടോ. തെറാപ്പിയിലേക്ക് വരാം, നിങ്ങളുടെ ഗിഫ്റ്റിലേക്ക് വരാം, സീക്രട്ടിലേക്ക് വരാം, AI ടൂളിലേക്ക് വരാം, ഇതിലൊക്കെ വരാം. നിങ്ങളിപ്പോൾ പിൻവാങ്ങരുത്, ഇപ്പോൾ പോകരുത്. ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട്. ഓക്കെ, ഇന്ന് മുതൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് ടൈം ഹീലിംഗ് മെമ്പർഷിപ്പ് ഉണ്ട്. ഒരു സിൽവർ മെമ്പർഷിപ്പ് എന്നതിന് പറയാം. അതിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു EFT ടൂൾ, EFT എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. EFT ലൈഫ് മാസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് ഉണ്ട്. ഈ കോഴ്സിൽ ട്രോമ ഹീലിംഗ് കോഴ്സാണ്. ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് വരികയും ട്രോമാസ് എല്ലാം ക്ലിയർ ചെയ്യുകയും ചെയ്യാം. പ്ലസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, 3 കോഴ്സുകൾ ഫ്രീ ആണ്. ഏത്? ആദ്യം 4 കോഴ്സ് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് 3 കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അത് മൈൻഡ് പവറിന്റെ 3 കോഴ്സ് ഉണ്ട്. ലെവൽ 1 കോഴ്സ്, ലെവൽ 2 കോഴ്സ്, ലെവൽ 3 കോഴ്സ്, 3 കോഴ്സ് ഫ്രീ ആയിട്ട് ലഭിക്കും. പ്ലസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ബി പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ ടൈം മാനേജ്മെന്റിന്റെ ഒരു കോഴ്സ് ഉണ്ട്. അതും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. അങ്ങനെ 4 കോഴ്സ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നു. പ്ലസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ മെമ്പർ ആവുന്നു. പ്രീമിയം കമ്മ്യൂണിറ്റി. ഒരേ രൂപത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർ നമുക്ക് വേണം. പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക്. നമുക്ക് നല്ല സൗഹൃദങ്ങൾ വേണം, നല്ല കൂട്ടുകെട്ടുകൾ വേണം. കറക്റ്റായിട്ട് ചിന്തിക്കുന്ന, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന, എല്ലാ ആഴ്ചയിലും 2 ദിവസം നമ്മൾ ഒത്തുകൂടിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ലൈഫ് ടൈം നിങ്ങൾ എന്ത് ചെയ്യും, ലൈവായിട്ട് ഞാൻ നിങ്ങളെ കോച്ച് ചെയ്തുകൊണ്ടിരിക്കും. ലൈഫ് ടൈം ആണ്. ലൈവായിട്ട് നിങ്ങളെ ഞാൻ കോച്ച് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഡിസ്കഷൻസ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും, സംഗതികളുണ്ടാവും, സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഡീപ്പർ ലെവലിൽ നിങ്ങളുടെ ട്രോമാസ് ഹീൽ ചെയ്യുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മറ്റൊരു സംഗതികൾ പറഞ്ഞുതരാം. എന്താണ് ഈ മൈൻഡ് പവർ എന്ന് പറയുന്ന സംഗതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. മൈൻഡ് പവർ എക്സാക്ട്ലി ഒന്ന് പറഞ്ഞുതരാം. മൈൻഡ് പവർ എന്താണെന്നുള്ളത് മനസ്സിലായി. EFT ഞാൻ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ട്രോമാസ് ഹീൽ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങൾക്ക് പേഴ്സണൽ ഒരു മെന്റർ തരുന്നു, കാര്യങ്ങൾ നൽകുന്നു. ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്പിറേഷൻ അക്കാഡമി നമ്മുടെ ടീം നടത്തുന്ന ബീറ്റ് പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്ന കോഴ്സ് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഈ കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്, കംപ്ലീറ്റ്ലി നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇത്രയും കോഴ്സുകൾ ഇതിൻ്റെ കൂടെ ഫ്രീ ആണ്. മൈൻഡ് പവർ ഉണ്ട്, സംഗതികളുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം ഫ്രീ ആണ്. ഇതിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റ് എന്ത് ചെയ്യും, ബിൽഡ് ചെയ്യും. ഇമോഷണൽ ബ്ലോക്സ് റിമൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് സൈക്കോളജി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. 45,000 ലിമിറ്റിംഗ് ബിലീഫുകൾ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോരാ, എനിക്ക് എന്താ ചെയ്യാൻ പറ്റും, നമ്മുടെ കുറേ തോട്ട്സുകൾ ഉണ്ടല്ലോ, അത് ചെയ്യാൻ കഴിയുമോ, ഇങ്ങനെയുള്ള സംഗതികൾ. നമ്മുടെ ലൈഫ് നിയന്ത്രിക്കാൻ തന്നെ 45,000 ലിമിറ്റിംഗ് ബിലീഫാണ്. അതായത് പണം മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്നു. ഇങ്ങനത്തെ തോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ പണം ഉണ്ടാക്കാൻ കഴിയില്ല. ബിസിനസ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള പേടി, അതുണ്ടായി കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ചിന്തകളെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ആ ലിമിറ്റിംഗ് ബിലീഫുകൾ മൊത്തം എന്ത് ചെയ്യും, നമ്മൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഗതികൾ. അതേപോലെ തന്നെ പേഴ്സണൽ ലൈഫ് ബാലൻസ് ചെയ്യും. അതായത് വർക്ക് ലൈഫ് ബാലൻസ്, നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ഫാമിലി ലൈഫ്, നിങ്ങളുടെ സ്പിരിച്വാലിറ്റി, നിങ്ങളുടെ പഠനം,
അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ സമ്പത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ആൻഡ് ഓരോ ഏരിയാസിലും ഈ പറഞ്ഞിരിക്കുന്ന 5 ഏരിയാസിലും ഗോൾ സെറ്റ് ചെയ്യും. ഗോൾ സെറ്റ് ചെയ്തിട്ട് മാത്രമല്ല, ആ ഗോളുകൾ എങ്ങനെ അച്ചീവ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ടുകൾ എന്താണെന്നുള്ളത് നമ്മൾ പഠിപ്പിക്കും. ഇത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ്. ഓക്കെ, അപ്പൊ അതിന് ഈ ഒരു കോഴ്സാണ്, ഓൺലൈനിലാണ് ഇത് നമ്മൾ നടക്കുന്നത്. മൈൻഡ് പവർ കോഴ്സ് ഇത് അബ്സൊല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നൽകുന്നത്. ആൻഡ് ഈ ഒരു ഇതിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും? നിങ്ങളുടെ മൈൻഡ് എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാമെന്ന് പഠിക്കാം, ലൈഫ് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാമെന്ന് പഠിക്കാം. അതേ ഈ ഒരു മൈൻഡ് പവർ കോഴ്സിൽ ചെയ്യുമ്പോൾ. ആൻഡ് നിങ്ങളുടെ ചൈൽഡ്ഹുഡിലുള്ള ഇമോഷണൽ ബ്ലോക്സ്, ട്രോമാസ്, ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫിനെയും ഫ്യൂച്ചർ ലൈഫിനെയും നിയന്ത്രിക്കുന്ന ട്രോമാസ് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും. ഇമോഷണൽ ബ്ലോക്സ് എല്ലാം റിമൂവ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇന്നർ പൊട്ടൻഷ്യൽ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും? പുറത്തു കൊണ്ടുവരാൻ തുടങ്ങും. അപാരമായ കഴിവുകൾ പുറത്തു വരാൻ തുടങ്ങും. പ്രൊഡക്റ്റീവ് ആകാൻ തുടങ്ങും. നിങ്ങൾക്ക് പർപ്പസും പുതിയ ഗോളും ക്ലാരിറ്റി ഒക്കെ വരാൻ തുടങ്ങും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റും, വികാരങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റും, മനസ്സമാധാനം ശാന്തമായിട്ട് പെരുമാറാൻ കഴിയും. നിങ്ങൾക്ക് നിങ്ങളോടൊരു ശാന്തത ഫീൽ ചെയ്യും. എല്ലായ്പ്പോഴും ഹാപ്പി ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്താൻ പറ്റും. റിലേഷൻഷിപ്പിൽ നല്ല ഹാർമണി കൊണ്ടുവരാൻ പറ്റും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം റിലേഷൻഷിപ്പിന്റെ ടെക്നിക്സുകൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് സ്ത്രീ സൈക്കോളജി എന്താണ്, പുരുഷ സൈക്കോളജി എന്താണ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ കൂടെ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഹൗ ടു മൾട്ടിപ്ലൈ യുവർ വെൽത്ത്, നിങ്ങളുടെ സമ്പത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാം, റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. ഇത് നിങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി, ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകുന്നതാണ്. ആൻഡ് ഹൗ ടു ഹാവ് ഗ്രേറ്റ് ഹെൽത്ത്, നിങ്ങളുടെ ഹെൽത്ത് നല്ലത് എങ്ങനെ ആക്കാം, സമ്പത്ത് എങ്ങനെ, ഫൈനാൻസ് എങ്ങനെ ഉഷാറാക്കാം, ഫാമിലി എങ്ങനെ ഉഷാറാക്കാം, കരിയർ എങ്ങനെ ഉഷാറാക്കാം, പേഴ്സണൽ നല്ലൊരു വ്യക്തിത്വമായിട്ട് മാറാം. ഒരാളോട് ഓൾറെഡി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു കോഴ്സിലേക്ക്, വർക്ക്ഷോപ്പിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നേരത്തെ പറഞ്ഞതുപോലെ 1 മിനിറ്റ് ഈ ഒരു പാർട്ട് ഞാൻ എന്ത് റിമൂവ് ചെയ്യാം, ബിക്കോസ് ഐ ഓൾറെഡി ഡിസ്കസ് ദാറ്റ്. ജസ്റ്റ് ക്ലിയർ ദാറ്റ്. ഓക്കെ, ഓക്കെ. സോ ഇതിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത് അതുകൂടെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാൻ പറയാം. എക്സാക്ട്ലി നിങ്ങൾ എന്താണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇതിന് കൂടെ നൽകുന്ന മൈൻഡ് പവർ കോഴ്സിൽ കേട്ടോ. മൈൻഡ് പവർ കോഴ്സിൽ നമ്മൾ നൽകുന്നത് ലെവൽ 1, അതായത് ബേസിക് ഫസ്റ്റ് കോഴ്സിൽ നിങ്ങളുടെ മനസ്സ് എന്താണെന്നുള്ളത് പഠിക്കും. അതേപോലെ ഇമോഷണൽ ബ്ലോക്സുകൾ റിമൂവ് ചെയ്യാൻ പഠിക്കും. ലെവൽ 2 ഗോളുകൾ സെറ്റ് ചെയ്യാൻ പഠിക്കും. സക്സസ് ടൂൾസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും കറക്റ്റായിട്ട് പഠിക്കും. ദെൻ ലെവൽ 3 ലൈഫ് പ്ലാൻ ക്രിയേഷൻ ആൻഡ് സ്ട്രാറ്റജീസ്. ഓരോ ഏരിയയിലേക്കും വേണ്ട ഗോൾ പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് അത് എങ്ങനെ അച്ചീവ് ചെയ്യുക എന്നുള്ളത് കൂടി പഠിക്കും. മനസ്സിലാവുന്നല്ലോ? ഇങ്ങനെ 3 കോഴ്സാണ്, അതായത് ബേസിക്, അഡ്വാൻസ്, ഹയർ അഡ്വാൻസ്. ഈ 3 ലെവൽ കോഴ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ലഭിക്കുകയാണ്. ഇതിൽ ലെവൽ 1 എന്താണ് മനസ്സ്, അതിൽ ടോപ്പിക്സാണ് പറയുന്നത്. മനസ്സിന്റെ സ്ട്രക്ചർ എന്താണ്, മനസ്സിന് എത്ര തരത്തിലുള്ള മൈൻഡ് ഉണ്ട്, കോൺഷ്യസ് മൈൻഡ് എന്താണ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ്, ലാംഗ്വേജ് ഓഫ് മൈൻഡ് എന്താണ്, ഇമോഷണൽ ബ്ലോക്സ് എങ്ങനെ റിമൂവ് ചെയ്യാം, മനസ്സിൽ നിന്നുള്ള ഇംപ്യൂരിറ്റീസ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്, അതിനുവേണ്ട റീപ്രോഗ്രാമിംഗ് മെത്തേഡുകൾ എന്തൊക്കെയാണ്, ബിലീഫ് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നത്, വിശ്വാസങ്ങൾ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബേസിക്കലി പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഗോളുകൾ എങ്ങനെ സെറ്റ് ചെയ്യാം. ലെവൽ 2 ഗോളുകൾ എങ്ങനെ സെറ്റ് ചെയ്യാം, നിങ്ങളുടെ ഗോളുകൾ സെറ്റ് ചെയ്യുമ്പോൾ അവോയ്ഡ് ചെയ്യേണ്ട മിസ്റ്റേക്സുകൾ എന്തൊക്കെയാണ്, ഷോർട്ട് ടൈം ഗോളുകൾ എന്താണ്, ലോങ് ടൈം ഗോളുകൾ എന്താണ്, ലൈഫ് ടൈം ഗോളുകൾ എന്താണ്, അതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഓരോ ഏരിയാസിലേക്കും ഈ ലോങ് ടൈം ഗോൾ, ഷോർട്ട് ടൈം ഗോൾ, ലൈഫ് ടൈം ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യാം. പിന്നെ ഡെഡ് ലൈൻ, ഓരോ ഏരിയാസിലേക്കും വേണ്ട ഡെഡ് ലൈൻസ്, സെറ്റിംഗ് ഡെഡ് ലൈൻ ഫോർ ഈച്ച് ഗോൾസ്. ഓരോ ഏരിയാസിലേക്കും ഡെഡ് ലൈൻ എങ്ങനെ സെറ്റ് ചെയ്യണം. കാരണം പലപ്പോഴും ഗോൾ സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അതിന് ഡെഡ് ലൈൻ സെറ്റ് ചെയ്യണം. ആ ടൈമിനുള്ളിൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ സെറ്റ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് എങ്ങനെ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക, അതിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡിന് ഗോൾ പലപ്പോഴും അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ എന്താണെന്ന് അറിയോ? നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് അതിൽ തന്നെ തോട്ട്സ് നിലനിർത്താൻ കഴിയില്ല, ഫോക്കസ് മാറിപ്പോകും. സോഷ്യൽ മീഡിയയിലോ മറ്റുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ വന്നിട്ട്. അപ്പൊ അതിൽ നിന്നും ഫോക്കസ് മാറാതെ സൂപ്പർ ഫോക്കസ്ഡ് ആയിട്ട് അതിൽ തന്നെ വർക്ക് ചെയ്യാൻ എന്നിട്ട് എങ്ങനെ വിഷൻ ക്രിയേഷൻ നമുക്ക് നടത്താൻ പറ്റും, നമ്മുടെ ഒരു ലൈഫിന്റെ ഒരു അൾട്ടിമേറ്റ് വിഷൻ ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സീക്രട്ട് ബോർഡുകളൊക്കെ ഉണ്ട്, വിഷൻ ബോർഡൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ടോപ്പ് മെത്തേഡുകളുണ്ട്. അതേപോലെ സബ്ലിമിനൽ മെസ്സേജിങ് ഉണ്ട്. ആ മെസ്സേജിങ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക. വിഷൻ ക്രിയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ പവർഫുൾ ടൂളാണ്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ അച്ചീവ് ചെയ്ത പല കാര്യങ്ങളും വിഷൻ ക്രിയേഷനിലൂടെയാണ് ഞാൻ അച്ചീവ് ചെയ്തിട്ടുള്ളത്. പിന്നെ സബ്ലിമിനൽ മെസ്സേജിങ്, സബ്ലിമിനൽ ആയിട്ടുള്ള മെസ്സേജസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാം. പിന്നെ എഫിഷ്യൻസി ടൂളുകളുണ്ട്. മറ്റുള്ള ഓരോ ടൂളുകളും എങ്ങനെ ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ള ടൂളുകളും. സപ്ലിമെന്റൽ മെസ്സേജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ടാകും, എന്നാലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന, നമ്മളെ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടാവുന്ന കുറേ സാധനങ്ങളുണ്ട്. അത് ഉപയോഗിക്കുന്ന അതിന്റെ മെത്തേഡുകൾ എന്തൊക്കെയാണ്. പിന്നെ അടുത്ത ലെവൽ 3, അതായത് അഡ്വാൻസ്ഡ്, ഹയർ അഡ്വാൻസ്. അഡ്വാൻസ് പറഞ്ഞപ്പോൾ അതേപോലെ തന്നെ ബേസിക്കും പറഞ്ഞു, അഡ്വാൻസും പറഞ്ഞു. ഹയർ അഡ്വാൻസിൽ പഠിപ്പിക്കുന്നത് ലൈഫ് പ്ലാൻ ക്രിയേഷൻ ആണ്.
കരിയർ ആൻഡ് ബിസിനസ് സക്സസ് സ്ട്രാറ്റജീസ്. അവിടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പണം ഉണ്ടാക്കാം, നിങ്ങളുടെ കരിയറിൽ എങ്ങനെ വിജയിക്കാം, നിങ്ങൾക്ക് എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, എങ്ങനെയാണ് ഗ്രോ ചെയ്യേണ്ട മൈൻഡ് സെറ്റ് എന്താണ്, ബിഗ് തിങ്കിങ് മൈൻഡ് സെറ്റ് എന്താണ്, സ്മാർട്ട് വർക്ക് എന്താണ്, ഹാർഡ് വർക്ക് എന്താണ്, എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, പ്രൊഡക്ടിവിറ്റി മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, ക്രിയേറ്റിവിറ്റി മൾട്ടിപ്ലൈ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം, ടൈം മാനേജ്മെന്റ് മെത്തേഡ് എന്താണ്, നിങ്ങളുടെ പാഷൻ എങ്ങനെ കണ്ടെത്താം, നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ എങ്ങനെ ഒരു ജീനിയസ് ആയിട്ട് മാറാം, വെൽത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, സീക്രട്സുകൾ, അതേപോലെ തന്നെ നിങ്ങളുടെ വെൽത്ത് ബ്ലോക്ക് എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും, പണത്തിന്റെ ബ്ലോക്ക് എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും, പണം ഇപ്പോൾ വരുന്ന പണത്തെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, എത്ര തരത്തിലുള്ള അക്കൗണ്ടുകളാക്കി തിരിക്കണം, എന്നിട്ട് ആ പണത്തെ മാനേജ് ചെയ്യുന്നത്. കാരണം ഒരുപാട് പണം സമ്പാദിക്കുന്നതിലല്ല നിങ്ങൾ റിച്ച് ആവോ ഇല്ല എന്നുള്ളത് തീരുമാനിക്കുന്നത് ഇപ്പോൾ വരുന്ന പണത്തെ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. അതിനുള്ള നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ പഠിപ്പിക്കും. അതേപോലെ തന്നെ മണി മൾട്ടിപ്ലിക്കേഷൻ സീക്രട്സ് പഠിപ്പിക്കും. അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് പഠിക്കും. ബന്ധങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം, അതായത് പുരുഷന്റെ സൈക്കോളജി എന്താണ്, സ്ത്രീയുടെ സൈക്കോളജി എന്താണ്, ഭാര്യയുടെ സൈക്കോളജി എന്താണ്, ഭർത്താവിന്റെ സൈക്കോളജി എന്താണ്, ഇത് പഠിക്കണം. ലവ് എങ്ങനെയായിരിക്കണം, റൊമാൻസ് എങ്ങനെയായിരിക്കണം, സെക്സ് എങ്ങനെയായിരിക്കണം. ഒരു ഹാപ്പി ഫാമിലി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സംഗതികൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയണം. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ വേരിയസ് ഇമോഷൻസ് നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുക, നമ്മുടെ ദേഷ്യമായിക്കോട്ടെ അല്ലെങ്കിൽ സംഗതികൾ എങ്ങനെ മാനേജ് ചെയ്യും, ഇമോഷൻസ് എങ്ങനെ മാനേജ് ചെയ്യും, അതിനുവേണ്ട ടെക്നിക്സുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ഇതിന്റെ കൂടെ ഫ്രീ ആണ്. ഈ പറഞ്ഞ എന്റർപ്രണേഴ്സ് ഇതിൽ ആർക്ക് പങ്കെടുക്കാം, ആരാണോ ഒരാളുടെ ലൈഫ് മാറ്റിമറിക്കണം, ഗോളുകൾ അച്ചീവ് ചെയ്യണം, അവരുടെ ട്രൂ ആൻഡ് ഫുൾഫിൽഡ് ഹാപ്പി മീനിങ് ഫുൾ ലൈഫ്, ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള എൻജോയ്മെന്റ് ഉള്ള എക്സൈറ്റ്മെന്റ് ഉള്ള ഹാപ്പിനെസ് ഉള്ള സംതൃപ്തിയുള്ള സത്യസന്ധമായ ഗോളുകൾ അച്ചീവ് ചെയ്യുന്ന ഒരു ലൈഫ് നയിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും എന്ത് ചെയ്യും, ഈ കോഴ്സ് ഉപകാരപ്പെടും, ഈ ഒരു പ്രോഗ്രാം ഉപകാരപ്പെടും. എന്റർപ്രണേഴ്സിന് എന്തായാലും ഉപകാരപ്പെടും, ബിസിനസ് ഓണേഴ്സിന് എന്തായാലും ഉപകാരപ്പെടും, അതേപോലെ സ്റ്റുഡൻസിന് ഉപകാരപ്പെടും, വർക്കിംഗ് പ്രൊഫഷണൽസിന് ഉപകാരപ്പെടും, സ്ത്രീകൾക്ക് ഉപകാരപ്പെടും, വീട്ടുകാർക്ക് ഉപകാരപ്പെടും, സ്ത്രീ സംരംഭകർക്ക് ഉപകാരപ്പെടും, അതേപോലെ തന്നെ കമ്പനികൾ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഉപകാരപ്പെടും. ഇതിലാർക്കും ഉപകാരപ്പെടും. ലൈഫിൽ എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അതിനെന്താ വേണ്ടത്, ഇമ്മീഡിയറ്റ്ലി ആരാ പങ്കെടുക്കേണ്ടത്, ഇഫ് യു ആർ ഗോയിങ് ത്രൂ ഫൈനാൻഷ്യലി സ്ട്രഗ്ലിംഗ്, കുറേ കാലമായിട്ട് ഫൈനാൻഷ്യൽ സ്ട്രഗിൾസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് എങ്കിൽ പണം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കണം, ഈ കോഴ്സിലേക്ക് നിങ്ങൾ എന്തായാലും വരാം. നിങ്ങൾ ബിസിനസ് അല്ലെങ്കിൽ ജോബ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യണം പെട്ടെന്ന് തന്നെ, എങ്കിൽ ഈ പ്രോഗ്രാം നിങ്ങൾ എന്തായാലും ചെയ്യണം. നിങ്ങളുടെ ലൈഫിൽ മെന്റലി ഹാപ്പി അല്ല, ഫുൾഫിൽഡ് അല്ല, എപ്പോഴും ആങ്സൈറ്റി, സ്ട്രെസ് സംഗതികളിലൂടെ കടന്നു പോകുന്നുണ്ടോ, ഇമ്മീഡിയറ്റ്ലി പ്രോഗ്രാം എന്ത് ചെയ്യണം, നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലൈഫിൽ ഒരു പർപ്പസ് വേണം, പുതിയൊരു വിഷൻ വേണം, പുതിയൊരു തുടക്കം വേണം, ഒരു അർത്ഥം വേണം. എന്താണെന്നറിയില്ല, ഒരു അർത്ഥമൊക്കെ നഷ്ടപ്പെട്ടു, ഒരു സംതിങ് ഈസ് മിസ്സിങ് എന്നുള്ള രീതിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ദെൻ എന്താണ്, ഇഫ് യു ഹാവ് ടാലന്റ് ഇൻസൈഡ്, നിങ്ങൾക്ക് നല്ല കഴിവുകളുണ്ട്, പക്ഷേ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹവും. ഞാൻ എന്നെ മനസ്സിലാക്കുന്നത് എനിക്ക് ഒരുപാട് ടാലന്റ് ഉണ്ടെന്നും എനിക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ച് നടക്കുന്നതാണ്. സോ അതുപോലെ സെയിം ഫീലിംഗ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിലേക്ക് വന്നോളൂ. യു ക്യാൻ ഡെഫിനറ്റ്ലി അച്ചീവ് ഓൾ ഓഫ് ദാറ്റ് ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങൾ റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ, ഇമോഷൻസ് വെച്ചിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, കുടുംബത്തിൽ വഴക്കുണ്ടാകുന്നു, ഭാര്യയായിട്ട് വഴക്കുണ്ടാകുന്നു, മക്കളുമായിട്ട് വഴക്കുണ്ടാകുന്നു, ഭർത്താവായിട്ട് വഴക്കുണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മാനസിക വല്ലാത്തൊരു ഒരു ഹാപ്പിനെസ് കിട്ടുന്നില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു അറ്റൻഡ് ദിസ് പ്രോഗ്രാം, ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങൾ എന്താ വെച്ചാൽ ഇതിന്റെ ആക്ച്വൽ കോഴ്സ് ഫീ എത്രയാണ്, 21,000 rupees ആണ്. ഓക്കെ, ഇതിന്റെ കോഴ്സ് ഫീ. പക്ഷേ ഇത് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ലെവൽ 1-ന് 7,000 രൂപ വില വരുന്നുണ്ട്, ലെവൽ 2-ന് 7,000 രൂപ വില വരുന്നുണ്ട്, ലെവൽ 3-ക്ക് 7,000 രൂപ വില വരുന്നുണ്ട്. പക്ഷേ ദിസ് ഇസ് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ് നമ്മൾ ഇതിന്റെ കൂടെ നൽകുന്നത്. ഈ ഒരു കോഴ്സിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 21 റെക്കോർഡ് ക്ലാസ്സസ് ലഭിക്കുകയാണ്. 21,000 രൂപയോളം വില വരുന്ന റെക്കോർഡ് ക്ലാസ് ലഭിക്കുകയാണ്. ഇതിന്റെ ഒരു കോപ്പി ഉണ്ട്, നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ വർക്ക് ബുക്ക് സംഗതികൾ കാര്യങ്ങൾ ലഭിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ സപ്പോർട്ട് ലഭിക്കും, മെന്റേഴ്സിന്റെ സപ്പോർട്ട് ലഭിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലഭിക്കും. നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് വരിക, നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും. ബീറ്റ് പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്, ഇതും ഇതുപോലെ തന്നെയാണ്. നിങ്ങൾ ആകെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൺലൈൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ ഈ ഒരു കോഴ്സ് ശരിക്കും വെച്ചാൽ ഓൺലൈനാണ്, കംപ്ലീറ്റ്ലി ഓൺലൈനാണ്. ലൈവ് സെഷൻസ് ആയിട്ട് എല്ലാ ചൊവ്വാഴ്ചയും അതേപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും ലൈവ് സെഷൻസ് ആയിട്ട് ഉണ്ടാകും. പ്ലസ് റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. പ്ലസ് നിങ്ങൾക്ക് പുറമെ ലൈവ് സെഷൻസ് ആയിട്ട് എല്ലാ ദിവസവും തെറാപ്പീസ് ഉണ്ടാകും. ഓക്കെ, യു വിൽ ബി ഗെറ്റിംഗ് തെറാപ്പീസ് ആസ് വെൽ.
അപ്പോൾ ലൈവായിട്ടുള്ള തെറാപ്പീസും നിങ്ങൾക്ക് എന്തെങ്കിലും വെച്ചാൽ ഇതിനെ കൂടെ നൽകുന്നുണ്ട്. ഗ്രൂപ്പ് ഹീലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് 1-to-1 ഹീലിംഗ് പുറമെ അതും ലൈവായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? സോ ദാറ്റ്സ് ഹൗ വിൽ ബി. അപ്പോൾ ഇനിയുള്ളൊരു ഒരു മാസം കൊണ്ട് നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യണം. അത് ചേഞ്ച് ചെയ്യാനുള്ള ജേണി സ്റ്റാർട്ട് ചെയ്യണം. 4 കോഴ്സാണ് നിങ്ങൾ ഇതിന് കൂടെ അഡീഷണൽ. അപ്പോൾ 5 കോഴ്സിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യണത്, എൻറോൾ ചെയ്യുന്നത്. ഒരു കോഴ്സല്ല നമ്മൾ കൊടുക്കുന്നത്. ട്രോമ ഹീലിംഗ് എന്ന് പറയുന്നതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ ബേസ് കോഴ്സ്. അതാണ് കോറിൽ നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് എന്താണ്, മൈൻഡ് പവർ അഡീഷണൽ ആണ്. അത് ലെവൽ 1, ലെവൽ 2, ലെവൽ 3. അത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രൊക്രാസ്റ്റിനേഷൻ, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന കോഴ്സ്. അബ്സല്യൂട്ട്ലി ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് ലൈക്ക് എനിത്തിങ്. ഇതാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ കോഴ്സ് ഫീ എത്രയാണ്? ഇതിൻ്റെ കോഴ്സ് ഫീ വരുന്നത് 7,999 രൂപയാണ്. ഇതിൻ്റെ കോഴ്സ് ഫീ വരുന്നത്. നിങ്ങൾ ഒറ്റ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ഇതിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 41,000 റുപ്പീസ് വാല്യൂ ഉണ്ട്. ഈ 3 കോഴ്സും പ്ലസ് 4 കോഴ്സും പ്ലസ് ഈ ഒരു EFT കോഴ്സും കൂടെ വരുമ്പോൾ ഏകദേശം 41,000 റുപ്പീസ് വാല്യൂ വരുന്ന കോഴ്സാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് 7,999 രൂപയ്ക്ക് ലഭിക്കുന്നത്. ഇതിന് മുൻപ് കഴിഞ്ഞ മാസം, അതിന് മുമ്പത്തെ മാസം നമ്മളത് പ്രൊവൈഡ് ചെയ്തിരുന്ന 12,000 റുപ്പീസിനാണ്, 12,000 രൂപയ്ക്കാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ ഒരു പുതിയ പ്ലാനിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇത്രയും ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട്. സോ ലോഞ്ചിങ് ഓഫറാണ്, ഉപകാരപ്പെടുക. പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യാം, എത്ര പേർക്ക് താല്പര്യമുണ്ട്, ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുക, നമ്പർ ഒരു താഴെ കൊടുക്കുക. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ജസ്റ്റ് ഗിവ് യു നമ്പേഴ്സ്. അവർ ടീം മെമ്പേഴ്സ് വിൽ കോൺടാക്ട്. നമ്മുടെ ടീം മെമ്പേഴ്സ് എന്തെങ്കിലും കോൺടാക്ട് ചെയ്യും. ഇന്ന് മാത്രമാണ് ഈ ഒരു ഓഫർ അവൈലബിൾ ആകുന്നത്. ഇഫ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ്, ജസ്റ്റ് ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി റൈറ്റ്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എന്നോട് എന്തെങ്കിലും ചോദിക്കാം. ഐ എം ഹാപ്പി ടു ഹെൽപ്പ് യു. ഓക്കെ ഓക്കെ ഐ എം ഹാപ്പി ടു ഹെൽപ്പ് യു. അപ്പോൾ ആ ഒരു ഇതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഐ വിൽ ഗൈഡ് യു. ഇനി ഞാൻ അടുത്ത 4 ബെനിഫിറ്റ്സുകൾ ഞാൻ നിങ്ങൾക്ക് തരാം അല്ലേ. ഒന്ന് റൂട്ട് കോസ് കണ്ടെത്താനുള്ളൊരു ടൂള്. അടുത്തത് ഞാൻ എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സീക്രട്ട്. അതേപോലെ തന്നെ എൻ്റെ കംപ്ലീറ്റ്. ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണുള്ളത്. ഓക്കെ, നിങ്ങൾ പണമില്ല എന്നുള്ളതിൻ്റെ പേരിൽ ചിന്തിച്ച് നിൽക്കേണ്ട, വിഷമിച്ച് നിൽക്കേണ്ട. വെറും 7,999 രൂപ എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് അല്ല. ഓക്കെ, ചിലർക്ക് അത് വലിയൊരു എമൗണ്ട് ആയിരിക്കാം, ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും കോഴ്സ് നമ്മൾ നൽകുന്നുണ്ട് എങ്കിൽ അതൊരിക്കലും വലിയൊരു എമൗണ്ട് അല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ അടുത്ത് ക്യാഷ് ഇല്ല, പണമില്ല എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ വറീഡ് ആവണ്ട. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു മൊമെൻ്റാണ്. എൻ്റെ ലൈഫിലും ഇതേപോലെ ഒരു മൊമെൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ മൊമെൻറ്റിൽ ഞാൻ എടുത്ത തീരുമാനമാണ് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നത്. അതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ള സീക്രട്ട്. ഞാൻ എൻ്റെ സ്റ്റോറി എന്ന് പറയാം. എനിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഉത്തരവാദിത്ത ബോധം ഉണ്ടായിരുന്നില്ല, ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങളെപ്പോലെ എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥയിലൂടെ. ഇതേപോലെ ഫീലിംഗ് ഉള്ളവരാരെങ്കിലും ഉണ്ടോ? കമൻ്റ് ആവും. എന്ന് കമൻറ്റ്. കറക്റ്റ് ലക്ഷ്യമില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എങ്ങനെ മുന്നോട്ടുണ്ടെന്ന് അറിയില്ല, ചെയ്യുന്നതെല്ലാം മിസ്റ്റേക്കായി പോവാം, പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കും. കമൻ്റ് ഓൺ മീ. ഇതേപോലെ സിമിലർ സിറ്റുവേഷനിലൂടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഞാനൊരു കാര്യം പറയും. എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തിട്ടുള്ള 2011 ഞാൻ ഇതേപോലെ ഇങ്ങനെ ഒരു പ്രശ്നത്തിലൂടെ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് കറക്റ്റായിട്ട് വർക്കൗട്ട് ആയില്ല. 7 മാസം കൊണ്ട് 2 ലക്ഷത്തിലധികം കടം വന്നു. 23 വയസ്സാണ് എനിക്ക് അപ്പം ഒന്നുള്ളത്. ഓക്കെ, 23 വയസ്സ് പ്രായം. ആ സമയത്ത് എനിക്ക് ആക്ച്വലി ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്തെടുക്കണം എന്നെനിക്കൊരു ക്ലാരിറ്റി ഇല്ലാതെ കുടുങ്ങി നിൽക്കുകയാണ്. 2011. ഓക്കെ, 11 ഞാൻ ഓഗസ്റ്റ് മാസം 9-ാം തീയതി ഡോക്ടർ PP വിജയൻ സാറുടെ ഒരു പരസ്യം കാണും. അദ്ദേഹം ഒരു മൈൻഡ് പവർ ട്രെയിനറാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരസ്യം കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഇത് എന്നെ രക്ഷിക്കും എന്നെനിക്ക് തോന്നി. ഞാൻ അവരെ വിളിച്ച് അന്വേഷിച്ചു. കോഴ്സ് ഫീ ചോദിച്ചു. 1,12,000 രൂപ കോഴ്സിൻ്റെ ഫീ. ഞാൻ ഞെട്ടിപ്പോയി കേട്ടിട്ട്. പക്ഷെ അവരെന്നോട് പറഞ്ഞു, 1,000 രൂപ നിങ്ങൾ കൊടുക്കാൻ വില്ലിങ്ങാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വർക്ക്ഷോപ്പ് ഉണ്ട്, ഇതൊന്ന് പരിചയപ്പെടുത്തുന്ന, ഈ കോഴ്സിന് എന്താണെന്ന് പറഞ്ഞത് പരിചയപ്പെടുന്ന ഒരു സംഗതി ഉണ്ട്, അതിൽ നിങ്ങൾ വന്ന് നോക്ക്, നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന 2,200 രൂപ. അതുമായിട്ട് ഞാൻ മലപ്പുറത്തുനിന്ന് കൊച്ചിയിലേക്ക് വണ്ടി കയറി. മലപ്പുറം അരീക്കോട് കാവനൂർ എന്നാണ് എൻ്റെ സ്ഥലം. അവിടെ നിന്ന് ഞാൻ വണ്ടി കയറി. പിറ്റേ ദിവസം പ്രോഗ്രാം നടക്കുകയാണ്. അവിടെ ചെന്ന് 7:30 എത്തി. ക്ലാസ് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. 1.5 മണിക്കൂർ കഴിഞ്ഞു. എൻ്റെ കയ്യിലാകെ 2,200 രൂപയുള്ളത്. അങ്ങോട്ട് പോകാനും ഭക്ഷണം കഴിക്കാനും പിന്നെ ഈ ഒരു ഫീസ് കൊടുക്കാനും ഉള്ള ക്യാഷ് വേണം. അതേ ഉള്ളൂ.
അത്രയ്ക്കും കടം കയറി നിൽക്കുകയാണ്, ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. 1000 രൂപ കൊടുത്തു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ 1,12,000 രൂപയുടെ കോഴ്സിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ള അദ്ദേഹം അങ്ങനെ പറഞ്ഞു തന്നു. അവിടുന്ന് അദ്ദേഹം ഒരു സീക്രട്ട് പറഞ്ഞു തന്നു. ആ സീക്രട്ട് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തു. ആ സീക്രട്ട് വേണോ? യെസ് എന്ന് കമന്റ് ചെയ്യും. യെസ് എന്ന് കമന്റ് ചെയ്യും. എത്ര പേര് കമന്റ് ചെയ്യും നോക്കാം. ഓക്കെ, അവിടെ ഒരുപാട് പേരുണ്ട്. ഓക്കെ, യെസ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇഫ് യു ആർ സ്ട്രഗിളിങ്, അഡ്മിറ്റ് യു ആർ സ്ട്രഗിളിങ്. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, ഇവിടെ മുഹമ്മദ് കുട്ടി സാർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ മാത്രമാണ് ഇവിടെ, അതേപോലെ ജിനി എന്ന് പറഞ്ഞ ഒരാൾ മാത്രമാണ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുന്നതിനെന്ന് ചോദിച്ചാൽ യെസ് എന്ന് കമന്റ് ചെയ്യുക. ആദ്യം നിങ്ങൾ ഈഗോ വിട്ടുകള. എന്ത്, നിങ്ങൾക്ക് പ്രയാസങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല, അഡ്മിറ്റ് ചെയ്യുക, ഐ ആം സ്ട്രഗ്ലിങ് ആൻഡ് ഐ നീഡ് ഹെൽപ്പ്, എനിക്ക് ഹെൽപ്പ് വേണം എന്ന് ആദ്യം എന്ത് ചെയ്യണം? അഡ്മിറ്റ് ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് ഒരാൾക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. നോ വൺ ക്യാൻ ഹെൽപ്പ് യു ഇഫ് യു ഡോണ്ട് അഡ്മിറ്റ്. ഹെൽപ്പ് വേണം എന്ന് ഈ ലോകത്ത് നിങ്ങളെ സഹായിക്കാൻ കഴിവുള്ള, അറിവുള്ള, മനസ്സുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മറ്റുള്ളവരുടെ മുൻപിൽ മോശമാകാൻ വയ്യ, മറ്റുള്ളവരുടെ മുൻപിൽ നാണം കെടാൻ വയ്യ, മറ്റുള്ളവരുടെ മുൻപിൽ മാനം കെടാൻ വയ്യ, മറ്റുള്ളവരുടെ മുൻപിൽ വ്യക്തിത്വം വില കുറയാൻ വയ്യ. എന്ത് വ്യക്തിത്വം? നമുക്ക് എന്ത് വ്യക്തിത്വമാണ് ഉള്ളത്? എന്ത് വാല്യൂ ഉള്ളത്? നമുക്കറിയാലോ, നമ്മൾ ഓൾറെഡി പരാജയപ്പെട്ട് അടിയിൽ പോയി കിടക്കണം. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? ഞാൻ ഓൾറെഡി പരാജയപ്പെട്ടാണുള്ളത്, ഇനി വേറൊരാളും കൂടി ഇത് അറിയിക്കണം. അല്ലേ? ഇതാ നമ്മുടെ തിങ്കിങ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അറിയിക്കേണ്ടവരെ അറിയിക്കണം. അറിയിക്കേണ്ടവരെ അറിയിച്ചാലാണ്, അതായത് ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നവരെ അറിയിക്കണം. അപ്പോൾ when I am asking you, I can help you, no doubt about that. കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ആൾക്കാരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2011 അദ്ദേഹം പറഞ്ഞു തന്ന സീക്രട്ട് ഞാൻ അപ്ലൈ ചെയ്തു, എൻ്റെ ലൈഫ് ചേഞ്ച് ആയി. അതിനുശേഷം ഞാൻ എടുത്തൊരു തീരുമാനമാണെന്ന് വെച്ചാൽ, എനിക്കിത് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ, എനിക്കിത് വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ, ഞാനിത് മറ്റുള്ള ആൾക്കാരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഉപയോഗിക്കും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ മിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ബിക്കോസ് ഇറ്റ് വർക്ക് ഫോർ മീ. ഇതെനിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് എന്ത് ചെയ്യാണ്? മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ പോവാം. ആൻഡ് ഐ ടുക്ക് ദ ഡിസിഷൻ. ഒരു ഇന്റർനാഷണൽ ലെവലിൽ ട്രെയിനർ ആവണമെന്നുള്ള ആഗ്രഹം. അപ്പോൾ സാർ എന്നെ പഠിപ്പിച്ചൊരു സീക്രട്ട് ഉണ്ട്. ആ സീക്രട്ട് ആണല്ലോ വേണമെന്ന് പറഞ്ഞത്. സീക്രട്ട് ഇതാണ്: ഈ ലോകത്ത് എല്ലാം എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം 2 പ്രാവശ്യം സൃഷ്ടിക്കപ്പെടുന്നു. ഓക്കെ, മുഹമ്മദ് കുട്ടി സാഹിബിന് നിങ്ങൾക്ക് എന്ത് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവണം അല്ലേ? സീക്രട്ട് ഇതാണ്. സീക്രട്ട് ഓഫ് ക്രിയേഷൻ എന്നാണ്. ഒന്ന് കമന്റ് ചെയ്ത് സീക്രട്ട് ഓഫ് ക്രിയേഷൻ എസ് ഇ എന്ന് കമന്റ് ചെയ്യാം. സീക്രട്ട് ഓഫ് ക്രിയേഷൻ എസ് ഇ. എത്ര പേർക്ക് ഇത് വേണം നോക്കെ? സീക്രട്ട് ഓഫ് ക്രിയേഷൻ, സൃഷ്ടിപ്പിന്റെ രഹസ്യം എന്ന് അറിയപ്പെടുന്നു. എസ് സി എന്ന് കമന്റ് ചെയ്യും. എസ് സി, എസ് സി, എസ് ഇ അല്ല, എസ് സി, എ ബി സിയിലെ സി, എസ് സി. ഓക്കെ, സീക്രട്ട് ഓഫ് ക്രിയേഷൻ. സീക്രട്ട് ഓഫ് ക്രിയേഷൻ പറയുന്നത് ഈ ലോകത്തെല്ലാം 2 പ്രാവശ്യം സൃഷ്ടിക്കുന്നുണ്ട്, സൃഷ്ടിക്കപ്പെടുന്നു. ഈ കോഴ്സിൽ നിങ്ങൾ 2 പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട്. മുഹമ്മദ് കുട്ടി 2 പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങൾ നിൽക്കുന്ന സ്ഥാപനം 2 പ്രാവശ്യം സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങളെ സ്ഥാപനത്തിലുള്ള ഓരോ പ്രോഡക്റ്റും ഈ ലോകത്ത് 2 പ്രാവശ്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ബുർജ് ഖലീഫ ദുബൈയിൽ 2 പ്രാവശ്യം സൃഷ്ടിച്ചിട്ടുണ്ട്. താജ്മഹൽ 2 പ്രാവശ്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ എല്ലാം 2 പ്രാവശ്യം സൃഷ്ടിക്കുന്നുണ്ട്. ആർക്കാ പറയാൻ പറ്റും? ഹൗ? 2 പ്രാവശ്യം സൃഷ്ടിക്കുന്നുണ്ട്. ആദ്യത്തെ 1 പ്രാവശ്യം സൃഷ്ടിച്ചാൽ 2ാമത്തെ പ്രാവശ്യം സൃഷ്ടിക്കപ്പെടും. ആദ്യം സൃഷ്ടിക്കുന്നത് മൈൻഡിൽ. യെസ്, ഫസീല പറയുന്നു മൈൻഡിൽ. ഫസ്റ്റ് ഇൻ മൈൻഡ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ ആദ്യം മനസ്സിൽ സൃഷ്ടിക്കുന്നു. സെഫാനി കോഴ്സിൽ പങ്കെടുക്കണം ഒരുപാട് ആഗ്രഹിച്ച് മനസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കോഴ്സിലേക്ക് ഇപ്പൊ ജോയിൻ ആയത്. സഫാന ഓൾറെഡി കോഴ്സിലേക്ക് ജോയിൻ ചെയ്തു കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ് സഫാന ഫോർ ജോയിനിങ് ദ കോഴ്സ്.
അപ്പോൾ ജോസഫ് സാർ ഓൾറെഡി നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത ആളാണ്. സാറിനോ സാർ? അതെ, ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മളുടെ മനസ്സിനുള്ളിൽ ആദ്യം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ പുറത്ത് നമ്മുടെ പ്രോബ്ലം മനസ്സിൽ സൃഷ്ടിക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? നമ്മളുടെ ഓൾറെഡി മനസ്സിൽ സൃഷ്ടിച്ചു വെച്ചൊരു സാധനമുണ്ട്. നിങ്ങൾക്ക് വലിയൊരു ബിൽഡിംഗ് കെട്ടിപ്പടുക്കണം, പക്ഷേ ഒരുപാട് കല്ലും കുഴിയും പാറയും കാര്യങ്ങളും ഉള്ള സ്ഥലത്ത് പോയിട്ട് അതൊന്ന് നിരത്തി, അതൊന്ന് എക്സ്കവേറ്റർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ JCB ഉപയോഗിച്ച് നിരത്തി പാകപ്പെടുത്തി എടുത്ത് റെഡിയാക്കിയതിനു ശേഷം അവിടെ പാറയുണ്ടെങ്കിൽ അതൊക്കെ പൊട്ടിച്ച് മാറ്റിയതിനു ശേഷമല്ലേ അവിടെ പണി തുടങ്ങുക. സ്വർണം. യെസ്, അതെ. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചോദിച്ചാൽ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ആദ്യം അത് മനസ്സിന് പാകപ്പെടുത്തിയിരിക്കുക. കാരണം ഇപ്പൊ നമുക്ക് അതിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം എന്താ? നമ്മുടെ മൈൻഡ് ഓക്കെ അല്ല. അവിടെ ട്രോമകളുണ്ട്, ഇമോഷണൽ ബ്ലോക്സ് ഉണ്ട്, ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട്, നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ട്, തിങ്കിങ് ഉണ്ട്, എനർജി ബ്ലോക്ക് ഉണ്ട്. ഇതെല്ലാം ഉള്ളൊരു മൈൻഡിൽ കൊണ്ടുപോയിട്ട് പണിതിട്ട് കാര്യമില്ല, തകർന്നു പോകുള്ളൂ. മനസ്സിൽ പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. മനസ്സിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് വേണം, അത് ചിന്തിക്കണം, അത് ഫീൽ ചെയ്യണം, അതിനുവേണ്ട സാഹചര്യം ഒരുക്കണം. അത് മാത്രം ചെയ്താൽ പോരാ, അവിടെയുള്ള ഇമോഷണൽ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള സംഗതികൾ റിമൂവ് ചെയ്യുമ്പോൾ പീസ് ഓട്ടോമാറ്റിക്കലി വരും. പീസ് വന്നിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യണം. തരിശായ ഒരു ഭൂമി പോലെയാണ് മനസ്സ്. ആ തരിശായ ഭൂമിയിൽ ഒരുപാട് കാട് പിടിച്ച് കിടക്കുന്നുണ്ട്, കളകളുണ്ട്, മറ്റുള്ള ചെടികൾ. അവിടെ കൊണ്ടുപോയിട്ട് വിത്ത് വാങ്ങിയിട്ട് കാര്യമില്ല. കാരണം എന്താ? ആ മണ്ണിൽ വളക്കൂറില്ല. അവിടുത്തെ വളക്കൂറ് മുഴുവൻ വിളിച്ചു ഊറ്റി കുടിച്ചിട്ടുണ്ടെന്ത്? ഡെയിലി ഊറ്റി കുടിക്കുന്നുണ്ടെന്ത്? അവിടെയുള്ള കാടുകളും ചെടികളൊക്കെ, കളകളും. അതിനെല്ലാം വേരോടെ പിഴുതെറിഞ്ഞ് വെട്ടിമാറ്റി ആ മണ്ണിലേക്ക് വളക്കൂറിട്ടിട്ടൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം അവിടെ കൊണ്ടുപോയിട്ട് വിത്ത് ഭാഗ്യം നോക്കി തഴച്ചു വളരും. പക്ഷെ അത് ലക്ഷ്യം, നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിനെ ആദ്യം പാകപ്പെടുത്തുക. അതിനാണ് ഈ ഒരു പ്രോഗ്രാം. അപ്പൊ എന്റെ ലൈഫ് ചേഞ്ച് ചെയ്ത സീക്രട്ട് ഇതാണ്. ഈ ലോകത്തെല്ലാം 2 പ്രാവശ്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ആദ്യം മനസ്സിൽ, പിന്നീട് റിയാലിറ്റി. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൃഷ്ടിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. എങ്ങനെ സൃഷ്ടിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞു. അതിനെന്ത് ചെയ്യണം? യു നീഡ് ഹെൽപ്പ്. എന്നെ ഡോക്ടർ പി വിജയൻ സാറ് എന്നെ ഹെൽപ്പ് ചെയ്തു. ഞാൻ ഒരുപാട് സെഷനിലൂടെ ഇരുന്നു, ക്ലിയർ ചെയ്തു. എൻ്റെ ലൈഫ് ഞാൻ എന്ത് ചെയ്തു? സെറ്റ് ചെയ്തെടുത്തു. പിന്നീട് തിരിച്ചുപോക്കുണ്ടായിട്ടില്ല. ഞാൻ 7ഓളം രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നു, ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, പത്രത്തിൽ എന്നെക്കുറിച്ച് വാർത്തകൾ വന്നു, TV-യിൽ വാർത്ത വന്നു. ഞാൻ എന്താണോ ആഗ്രഹിച്ച ലൈഫ് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. ഐ ബിക്കെയിം ഫേമസ്. വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താൻ പറ്റി. ഇപ്പോഴും ഒരുപാട് ആൾക്കാരുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നു. ആൻഡ് ഐ കുഡ് ബി മോർ ദാൻ ഓർഡിനറി. സാധാരണ ഒരാളാവുന്നതിൽ നിന്ന് കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന, പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കുറച്ചുകൂടെ എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ച സ്വപ്നങ്ങൾ നേടിയെടുത്തു. ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. എൻ്റെ വിഷൻ ബോർഡിൽ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതെനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. വിഷൻ ബോർഡിൽ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ആദ്യം ഒരു കാറ് വാങ്ങണമെന്നുണ്ടായിരുന്നു, ആ കാറ് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമതൊരു കാറ്, അതൊരു ഓടി കാറായിരുന്നു, അത് വാങ്ങണമെന്ന് ആഗ്രഹിച്ചു, അതും വാങ്ങിച്ചു. കരിയറിൽ എന്തെങ്കിലും ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് വാങ്ങി. നല്ല ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് സാധിച്ചു. ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കണമെന്നുണ്ടായിരുന്നു, അത് സാധിച്ചു. യു ക്യാൻ ക്രിയേറ്റ് നല്ലൊരു പേഴ്സണൽ ലൈഫ്, നല്ലൊരു എന്താ പറയുക, നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു ഹാപ്പി ആയിട്ട് ഫുൾഫിൽഡ് ആയിട്ടൊരു പേഴ്സണൽ ലൈഫ് വേണമെന്ന് ആവശ്യം. ദാറ്റ് ഓൾസോ ഹാപ്പൻ. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ എന്താണോ നിങ്ങൾക്കുള്ളത് അത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ എന്താ വേണ്ടത്? ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരിക. സോ ദ സീക്രട്ട് ഞാൻ ഷെയർ ചെയ്തു. അടുത്തത് എന്താ വേണ്ടത്? വട്ട് യു വാണ്ട് എ PDF, റൈറ്റ്? ആ PDF ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എന്താ വേണ്ടത്? ഞാൻ നിങ്ങൾക്ക് ഇതൊരു ഗ്രൂപ്പ് തരാം. ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാം. ഓക്കെ, ഈ ജോയിൻ ടു ദ ഗ്രൂപ്പ്. വർക്ക് ബുക്ക് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ എന്ത് ജോയിൻ ചെയ്യാം. അതിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ആ വർക്ക് ബുക്ക് ഞാൻ നിങ്ങൾക്ക് തരാം. അതിനുശേഷം നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒരു ഹീലിംഗും കൂടെ നിങ്ങൾക്ക് നൽകാനുണ്ട്. സോ ഐ വിൽ ഗിവ് യു ദ ലിങ്ക്. ഓക്കെ, കോപ്പി ദ ലിങ്ക്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് എന്താ വെച്ചാൽ വർക്ക് ബുക്ക് കിട്ടുക കേട്ടോ. ക്ലിക്ക് ആൻഡ് ജോയിൻ. ഓക്കെ, അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. വർക്ക് ബുക്കുകളെല്ലാം വരുന്ന വർക്ക് ബുക്കുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്തോളൂ. ഓക്കെ,
അടുത്തത് ഞാൻ നിങ്ങൾക്കൊരു സെഷൻ തരാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു ടാപ്പിംഗ് സെഷൻ. ആ ടാപ്പിംഗ് സെഷനിലേക്ക് നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ബിഗിൻ. അതേപോലെ തന്നെ ഞാൻ വേറൊരു ലിങ്ക് കൂടെ നിങ്ങൾക്ക് തരാനുണ്ട്, ഒരു നിങ്ങളുടെ റൂട്ട് കോസുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ലിങ്ക്. റെഡിയാണോ? ഓക്കെ, റൂട്ട് കോസുകൾ കണ്ടെത്താനുള്ള ലിങ്ക്. ആ ലിങ്ക് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്ത് തരാം. ഷോ യു. നിങ്ങൾക്ക് റൂട്ട് കോഴ്സിന്റെ ഒരു AI ഉണ്ട്, എൻ്റെ തന്നെ AI ആണ്. ആ AI ഇതവിടെ ഞാൻ ജസ്റ്റ് ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഈ ലിങ്ക് എന്ത് ചെയ്യുക, നിങ്ങൾ കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇത് എന്ത് ചെയ്യുക, എടുത്തിട്ട് എന്ത് ഉപയോഗിക്കുക. ഓക്കെ, ഞാൻ ഇതിന് കൂടെ നിങ്ങളുടെ ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പറഞ്ഞില്ലേ, ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആ ഗ്രൂപ്പിൽ ഇതിന്റെ ലിങ്ക് കൂടെ ഇടാം കേട്ടോ. ഈ AI ലിങ്ക് കൂടെ ഞാൻ അതിലേക്ക് ഇടാം. ഓക്കെ, സോ വൺസ് യു ഇഫ് യു ക്യാൻ ജോയിൻ വർക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതിലേക്ക് ഞാൻ നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ AI ലിങ്ക് കൂടെ ഇടാം. ഓക്കെ, ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ലഭിക്കും. പെട്ടെന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ലിങ്ക്, ഓക്കെ, AI ലിങ്ക് കൂടെ ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി വർക്ക് ബുക്ക് ഞാൻ അതിലേക്ക് ഷെയർ ചെയ്യും, ബട്ട് ആഫ്റ്റർ ദ സെഷൻ ഒരു തെറാപ്പി സെഷൻ നിങ്ങൾക്ക് നൽകാം. ആർ യു റെഡി ഫോർ ദ തെറാപ്പി സെഷൻ? യാ, ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ഓഫർ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരാ ഉള്ളത്? മുഹമ്മദ് കുട്ടി സാർ, വാട്ട് യു തിങ്ക്? നമ്മുടെ ലൈഫ് ടൈം മെമ്പർഷിപ്പിലേക്ക് വന്നാലോ? ഓക്കെ, ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. പണമില്ല, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ സമയമില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, എനി സപ്പോർട്ട് ഇഫ് യു നീഡ്. ഓക്കെ ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ എന്താണ്, കോഴ്സിലേക്ക് ജോയിൻ ചെയ്താലോ മുഹമ്മദ് സാർ? ഐ തിങ്ക് യു റിയലി നീഡ് ഇറ്റ്. ഒന്ന് അൺമ്യൂട്ട് ചെയ്താലോ? അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും. ജസ്റ്റ് ലെറ്റ് മീ നോ. പറഞ്ഞോളൂ. യെസ്, പറഞ്ഞോളൂ. എവിടെ സ്ഥലം? ഹലോ, ഞാനിപ്പോ ഇവിടെ ദുബൈയിലാ ഉള്ളത്. ദുബൈയിലുള്ളത്. ഓക്കെ, നമ്മുടെ കോഴ്സിലേക്ക് വന്നൂടെ? ഇൻഷാ അല്ലാഹ് ഞാനിപ്പോ എനിക്ക് ശക്തമായിട്ടുള്ള മണി ബ്ലോക്കാണ് ഇപ്പൊ അനുഭവപ്പെടുന്നത്. അപ്പൊ ആ മണി ബ്ലോക്ക് നമുക്ക് ഞാനിപ്പോ മണി പറഞ്ഞോളൂ. ഓക്കെ സാറേ, ഞാൻ EFT കോഴ്സ് പൂർത്തി ചെയ്തിട്ടുണ്ട്. ഞാൻ മണി മൈൻഡ് കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, EFT ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. EFT ഈ മണി ബ്ലോക്ക് ഇങ്ങോട്ട് നീങ്ങി കിട്ടുന്നില്ല. ഓക്കെ, EFT നിങ്ങൾ എവിടെ നിന്നാണ് ചെയ്തത്? ഞാന് കരീം സാറിന്റെ MK കരീം സാറിന്റെ. ഓക്കെ. നമ്മുടെ കോഴ്സ് കുറച്ച് ഡിഫറെന്റ് ആണ്. കുറച്ചുകൂടി പറഞ്ഞിരിക്കുന്ന മണി ബ്ലോക്ക് മറ്റുള്ള സംഗതികൾ കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിലേക്ക് ഡെപ്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. നല്ല രീതിയിലേക്ക് ഷിഫ്റ്റ് സംഭവിക്കുന്നത്. ഇതിൽ മൈൻഡ് ബോഡി കണക്ഷൻസ് ഒക്കെ ഡെപ്തിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. പ്ലസ് ഏകദേശം 72ഓളം മണി ബ്ലോക്സുകളുണ്ട് മനുഷ്യൻ. ഈ 72 ഓരോ ബ്ലോക്സുകളും ടാപ്പ് ചെയ്യാൻ വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള ടൂളുകൾ നമ്മൾ വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സുകൾ, സംഗതികൾ, കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അതിൻ്റെ വേർഡിങ്സ് എങ്ങനെ സ്ട്രക്ചർ ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള മണി ബ്ലോക്കിന്റെ റൂട്ട് കോസ് കണ്ടെത്തണം. ആ റൂട്ട് കോസ് കണ്ടെത്താൻ ഈ AI സഹായത്തോടു കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ റൂട്ട് കോസ് കറക്റ്റായിട്ട് കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. സോ അത് നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ മണി ബ്ലോക്കിന്റെ റൂട്ട് കോസ് കണ്ടെത്തണം. അതിന് നമ്മുടെ ഈ ഒരു AI ടൂൾ ഉപയോഗിക്കുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടെത്താം. അതിൽ ചോദിച്ചാൽ മതി, മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും കേട്ടോ. മലയാളത്തിൽ നിങ്ങൾ ചോദിച്ചാൽ മലയാളത്തിൽ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ചോദിക്കും, ഇംഗ്ലീഷിൽ കിട്ടും. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ജസ്റ്റ് എന്ത് ടാപ്പിംഗിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ടു ദ ടാപ്പിംഗിലേക്ക് നമുക്ക് പോകാം. റെഡി ആണെന്നുണ്ടെങ്കിൽ ഇഫ് യു ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, ജസ്റ്റ് ഒരു ടാപ്പിംഗ്. സ്ട്രെസ്സിൽ നമ്മൾ എങ്ങനെയാണ് ടാപ്പ് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തുകൊണ്ട്. ഓക്കെ, നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലും സ്ട്രെസ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ട്രെസ്സിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളെല്ലാവരും എന്തെങ്കിലും ഒരു വിഷമോ സംഗതികളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് റെഡി ആയിട്ടുണ്ട്, മനസ്സിലേക്ക് റെഡി ആണെന്നുണ്ടെങ്കിൽ എന്നോട് പറയാം. ഓക്കെ, റെഡി ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്താണോ വിഷമമുള്ളത് ആ വിഷമം മനസ്സിലേക്ക് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ,
എന്തെങ്കിലും വിഷമം നിങ്ങൾ അനുഭവിക്കുന്ന, സ്ട്രെസ് അനുഭവിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, ജിനി മാം, രാജേഷ്, ഷമീർ, എല്ലാവരും സ്വസ്ഥമായിട്ട് ഇരിക്കുക, ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു വിഷമം നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂ. എന്താണ് വിഷമം നിങ്ങൾക്കുള്ളത്? ഇപ്പൊ മണി ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു, അദ്ദേഹം മണി ബ്ലോക്കിന്റെ കാര്യം എടുക്കാം. ഒരു ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് വിഷമമുള്ളത്, ആ വിഷമത്തിന്റെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പബ്ലിക് ഫിയർ, ഓക്കെ, സ്റ്റേജ് ഫിയർ ഉണ്ട് ഇബ്രാഹിം, ഓക്കെ, വെരി ഗുഡ്. വേറെ ബാഡ് പാരന്റിങ്, ഓക്കെ, മൈ ബാഡ് പാരന്റിങ്, അതിനെക്കുറിച്ച് വിഷമമുണ്ട്. ഓക്കെ, ജോലിയെ കുറിച്ചൊരു വല്ലാത്തൊരു വിഷമമുണ്ട്, വീടിനെ കുറിച്ച്, വീടില്ല അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ടുള്ള സംഗതിയിൽ വിഷമമുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ വിഷമം എന്താണോ ചിലത് എടുക്കാം, അതെടുത്തിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ടാപ്പ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് കീപ്പ് ഓൺ ടാപ്പിംഗ്. ജസ്റ്റ് കീപ്പ് ഓൺ ടാപ്പിംഗ്. ടാപ്പ് ചെയ്ത് നിങ്ങൾ വീഡിയോയിൽ വരട്ടെ, പരമാവധി ആൾക്കാർ ജസ്റ്റ് ബിയർ ഇൻ വീഡിയോ, പ്ലീസ് ബിയർ ഇൻ വീഡിയോ, എല്ലാവരും വീഡിയോയിൽ വരാം, ജസ്റ്റ് ബിയർ ഇൻ വീഡിയോ. ടാപ്പ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുക. ഞാനിപ്പോൾ ഈ അനുഭവിക്കുന്ന ഈ പ്രശ്നം, എന്നിട്ട് പറയാം, ഞാനിപ്പോൾ ഈ അനുഭവിക്കുന്ന ഈ പ്രശ്നം, ഈ ഒരു പ്രോബ്ലം ഇങ്ങനെയല്ല മാം, ഇങ്ങനെ ഉണ്ടോ, ഈ ഭാഗങ്ങൾ തമ്മിലാണ് ഉണ്ടോ, ഈ ഭാഗം ഇവിടെയല്ല, ഈ ഭാഗം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ അനുഭവിക്കുന്ന ഈ ഒരു വിഷമം എന്താണെന്നുണ്ടെങ്കിലും ആ വിഷമം എനിക്കുണ്ടെങ്കിൽ പോലും ഞാൻ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ എന്നെ അംഗീകരിക്കുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഈ ഒരു പ്രശ്നമുണ്ട്, ആ ഒരു പ്രശ്നം എന്താണ്, അതിനെക്കുറിച്ചുള്ള ഇമോഷൻ എന്താണെന്ന് ഫീൽ ചെയ്യുക. എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു ഇമോഷൻ, അല്ലാത്ത ഇമോഷൻ, ഈ ഒരു ഇമോഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് എന്താ ടോപ്പ് ഓഫ് ദ ഡാറ്റ്, ഈവൻ ദോ ഈ ഒരു ഇമോഷൻ ഉണ്ടെങ്കിൽ പോലും, ഈ ഒരു വികാരം ഉണ്ടെങ്കിൽ പോലും, ഈ ഒരു വിഷമം എനിക്കുണ്ടെങ്കിൽ പോലും, ഐ ലവ് ആൻഡ് അക്സെപ്റ്റ് മൈ സെൽഫ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ അംഗീകരിക്കുന്നു, എന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഈ ഒരു വിഷമം നിങ്ങൾ, ആ വിഷമം 10-ൽ എത്രയുണ്ട് എന്നുള്ളത് നോക്കട്ടെ. 10-ൽ എത്ര ഉണ്ട് അതിനൊരു ഇന്റൻസിറ്റി, തീവ്രത, 10-ൽ 10 ഉണ്ടോ, 10-ൽ 8 ആണോ, അതിനൊരു തീവ്രതയൊന്ന് പരിശോധിക്കാം. ഓക്കെ, 10-ൽ എത്ര ഉണ്ടെന്ന് ചോദിക്കുക ശരീരത്തോട്, 10-ൽ എത്രയുണ്ട് അതിൻ്റെ ഒരു വിഷമം, 10-ൽ 10 ആണോ, 10-ൽ 5 ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് മനസ്സിൽ പറയാം, 10-ൽ 10 ഉള്ള അല്ലെങ്കിൽ 10-ൽ 5 ഉള്ള ഈ ഒരു വിഷമം ഐബ്രോ പോയിന്റിൽ ടാപ്പ് ചെയ്യുക. ഈ ഒരു വിഷമം എനിക്കുണ്ടെങ്കിൽ പോലും ഞാൻ എന്നെ സഹായിക്കുന്നു. അടുത്ത സൈഡ് ഓഫ് ദ ടാപ്പ്, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ എന്നെ അംഗീകരിക്കുന്നു. ജസ്റ്റ് റിലാക്സ്. ഇനി പതിയെ അണ്ടർ ദ ഐസിൽ ടാപ്പ് ചെയ്യുക, എന്നിട്ട് പറയാം റിലീസ് ആൻഡ് റിലാക്സ്. ഈ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ടി വിഷമ സംഗതി, ആ ഒരു സങ്കടം നമ്മുടെ മനസ്സിൽ നിന്ന് പോകാൻ വേണ്ടി റിലീസ് ആൻഡ് റിലാക്സ്, റിലീസ് ആൻഡ് റിലാക്സ്, റിലീസ് ആൻഡ് റിലാക്സ്. അടുത്തത് നോസിൽ, മൂക്കിനതാണ്, റിലീസ് ആൻഡ് റിലാക്സ്, റിലീസ് ആൻഡ് റിലാക്സ്. അടുത്തത് ചുണ്ടിനതാണ്, റിലീസ് ആൻഡ് റിലാക്സ്, റിലീസ് ആൻഡ് റിലാക്സ്. അടുത്തത് കോളർ ബോൺ, അണ്ടർ ദ കോളർ ബോൺ, റിലീസ് റിലാക്സ്. ചെസ്റ്റിലല്ല, കുറച്ച് മുകളിലോട്ടായി കേട്ടോ, റിലീസ് ആൻഡ് റിലാക്സ്, റിലീസ് ആൻഡ് റിലാക്സ്. അടുത്തത് അണ്ടർ ദ ആർംസ്, റിലീസ് ആൻഡ് റിലാക്സ്, റിലീസ് ആൻഡ് റിലാക്സ്. അടുത്ത ഒരു സൈഡ്, റിലീസ് ആൻഡ് റിലാക്സ്, റിലീസ് ആൻഡ് റിലാക്സ്. ഓക്കെ, പതിയെ കൈകൾ കൂട്ടിത്തരുന്നത്. നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് ഒന്ന് മനസ്സിലേക്ക് എന്ത് ചെയ്യുക, ചിന്ത കൊടുക്കും, എന്താണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക,
ടാപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഫീലിംഗ് എന്ന് കമന്റ് ചെയ്ത്. വാട്ട് ഈസ് യു ഫീലിംഗ്? റിലാക്സേഷൻ. ഷഹീർ പറയുന്നു കൂൾ, ഫ്രഷ് ഫീൽ, വെൽ എനർജി. മനസ്സിൽ നിന്നും ഭാരം കുറഞ്ഞുപോയി. ഫസീല പറയും വെരി ഗുഡ്. സമാധാനമുണ്ട്. ജിനി റിലാക്സ്. സർ there are many counting for tapping. Is there any counting for tapping? ഫാരിഷ ഇല്ല, കൗണ്ടിങ് ഒന്നുമില്ല. റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നു. ഇപ്പൊ എന്താ സംഭവിച്ചത്? നേരത്തെ പറഞ്ഞ കാര്യമാണ്. കോർട്ടിസോൾ ലെവൽ ഡൗൺ ആയി. അമിഗ്ഡല എന്ന് പറയുന്ന ബ്രെയിനിലെ പാർട്ട് എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് കാമായി. ഫ്ലൈറ്റ് മോഡ് അതിന്റെ ഒരു ആക്റ്റീവ് അത് ആക്ടിവേഷൻ അത് ആക്റ്റീവ് ആകുന്നുണ്ടാവും. അതൊന്ന് ഡീആക്ടിവേറ്റ് ചെയ്യും അമിഗ്ഡല പാർട്ട്. അതേപോലെ തന്നെ നെർവസ് സിസ്റ്റം ഒരു പീസിലേക്ക് ചെന്നു, കാമായി. നിങ്ങൾ ഓവറോൾ പീസിലേക്ക് ചെന്നു. ഇവിടെ നിങ്ങളുടെ എനർജി ഫ്ലോ വീണ്ടും കറക്റ്റായി. എനർജി ഫ്ലോ ഡിസ്റപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ എനർജി ഫ്ലോ ഡിസ്റപ്റ്റ് ചെയ്യപ്പെട്ടതോടുകൂടി ടാപ്പ് ചെയ്തതോടുകൂടി നിങ്ങൾ റിലാക്സേഷനിലേക്ക് വന്നു. റിയലി ഫീൽ റിലാക്സ്ഡ്. ഐ തിങ്ക് ദിസ് ക്യാൻ ബീറ്റ് മെഡിറ്റേഷൻ. യെസ്, മെഡിറ്റേഷനെ ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്യുന്ന തീർച്ചയായിട്ടും മെഡിറ്റേഷൻ. ഇത് അത്രയ്ക്ക് പവർഫുൾ. എത്ര പെട്ടെന്ന് ക്ലിയർ ആയത് എന്ന് ആലോചിച്ച് നോക്കൂ. കൂളായിട്ട് റിലാക്സ്ഡ് ആയി. നിങ്ങൾ എപ്പോഴും എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ഇപ്പോൾ ഉള്ള അവസ്ഥയാണ് നിങ്ങൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള അവസ്ഥ. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് കൂടുതൽ പീസിലേക്കും കൂടുതൽ സമാധാനത്തിലേക്കും കൂടുതൽ ലവും ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ജോയും ലവും ഒക്കെ ഫീൽ ചെയ്യുന്നു. ആ അവസ്ഥയിലേക്ക് നിങ്ങളുടെ എനർജി വൈബ്രേറ്റ് ചെയ്ത് കൂട്ടണം. അതിനാണ് നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ വന്ന് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് വർക്ക് ചെയ്യും. ലോ ഓഫ് അട്രാക്ഷൻ പെട്ടെന്ന് വർക്ക് ചെയ്യും. ലോ ഓഫ് അട്രാക്ഷൻ അറിയാലോ അല്ലെ? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകർഷണ നിയമം എന്ന് പറയും. ഈ ലോകത്ത് നമുക്കെല്ലാം വേണ്ടതെല്ലാം നമ്മളിലേക്ക് ആകർഷിക്കുന്നുണ്ട്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ എന്താണോ ഫീൽ ചെയ്യുന്നത്, നമ്മൾ എന്ത് എനർജിയാണോ ക്യാരി ചെയ്യുന്നത്, ഏത് വൈബ്രേഷനാണോ ഫ്രീക്വൻസിയാണോ വൈബ്രേറ്റ് ചെയ്യുന്നത്, ഏത് എനർജിയാണോ അതിന് മാച്ച് ആവുന്ന അതേ സംഗതികൾ നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതിനെ ആകർഷിക്കുന്ന പറയാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എന്ത്, നിങ്ങൾ ഫീൽ ചെയ്യുന്നത് എന്ത്, നിങ്ങൾ സംസാരിക്കുന്നത് എന്ത്, ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ കാണുന്നത് എന്ത്, അതെല്ലാം നമ്മുടെ ലൈഫിലേക്ക് വരും. പക്ഷെ അത് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ എനർജി അലൈൻമെന്റ് കറക്റ്റ് ആവണം. ഈ കാമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയും നല്ല എനർജി ഫ്രീക്വൻസിയിലേക്ക് മാച്ച് ആവുന്ന തോട്ട്സുകളും കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം വരും. അതിന് പഠിക്കണം ഫർദർ. അതിനാണ് നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങളോട് വരാൻ പറഞ്ഞത്. എത്ര പേർക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്? ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന റിലാക്സേഷൻ ഇതിപ്പോ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ട് ഒന്നും ആയിട്ടില്ല. 10 days ലൈവ് സെഷൻസ് ഉണ്ട്. 12 days ലൈവ് സെഷൻസ് ഉണ്ട്. ഓക്കെ, ഒരു മാസത്തെ കോഴ്സിൽ അതിൽ 12 days എന്ത് ലൈവ് സെഷൻസ് ഉണ്ട്. പ്ലസ് നിങ്ങൾക്ക് എന്തുണ്ട്? ഇന്റൻസീവ് ആയിട്ടുള്ള 1-to-1 ഹീലിംഗ് ഉണ്ട്. പ്ലസ് നിങ്ങൾക്ക് ലൈഫ് ടൈം മെമ്പർഷിപ്പ് ഉണ്ട്. പ്ലസ് നിങ്ങൾക്ക് വർക്ക് ബുക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വർക്ക് ചെയ്യാനുണ്ട്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന ഡെപ്തിൽ പഠിക്കാനുണ്ട്. പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക? നമ്പർ കൊടുക്കുക. നമ്പർ കൂടി ഞാൻ ഇവിടെ കൊടുക്കാം. 80868880 ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് പേയ്മെന്റ് അയക്കാം കേട്ടോ. 8086880775 ഇതിലേക്കാണ് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യേണ്ടത്. ഗൂഗിൾ പേ നമ്പർ എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? 8086880775 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഗൂഗിൾ പേ ചെയ്യുക. അതാണ് നമ്പർ. ശരത് നമ്മുടെ ആ ഒരു മെസ്സേജ് ഒന്ന് അയക്കും. നിങ്ങൾ നിങ്ങളുടെ അസ്മ പ്ലീസ് സെൻഡ് ദ മെസ്സേജ്. ഞാൻ എപ്പോഴാണ് സംസാരിക്കുന്ന സമയത്ത് ആ ഒരു മെസ്സേജ് നിങ്ങൾ അയക്കും ദയവ് ചെയ്ത്. ഞാൻ തന്നെ ടൈപ്പ് ചെയ്യേണ്ട ഒരു ഇതല്ലല്ലോ, നമ്മുടെ ഫുൾ മെസ്സേജ് വിടും. ഓക്കെ, പ്ലീസ് ഡു ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ നമ്പറിലേക്ക് എന്ത് ചെയ്യാം? പേയ്മെന്റ് അടയ്ക്കുക. പേയ്മെന്റ് അടച്ചിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ ഈ ഒരു കോഴ്സിലേക്ക് വരാം. കോഴ്സിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് എനിക്ക് ഈ ഒരു വെബിനാറിൽ പറയാനുള്ളത്. If you want to grab the opportunity and offer all these benefits, ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഈ 4 കോഴ്സും ലഭിക്കും. പ്ലസ് നിങ്ങൾക്ക് എന്ത് ലഭിക്കും? 4 കോഴ്സ് ലഭിക്കും. പ്ലസ് EFT കോഴ്സ് വേറെ ലഭിക്കും. അങ്ങനെ ടോട്ടൽ 5 കോഴ്സ് നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാം. ടോട്ടലി പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന കമ്മ്യൂണിറ്റി എല്ലാ ആഴ്ചയിലും സെഷൻസ് ആയിട്ട് ഇടാം. സോ 30 days മെന്റർ സർവീസോട് കൂടിയിട്ടുള്ള EFT കോഴ്സിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാൻ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? മെസ്സേജ് അയക്കുക. ക്ലാസ് സ്റ്റാർട്ടിങ് എന്നാണ്? നാളെ മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് നാളെ തന്നെ എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം കേട്ടോ. നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നാളെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. അതായത് എല്ലാ ട്യൂസ്ഡേയും ഫ്രൈഡേയും നമുക്ക് ക്ലാസ് ഉണ്ട്. നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം. സഫാന ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻ സഫാന, ടുഡേ യു ഹാവ് ഡൺ വെരി ഗുഡ്. സോ ഇസ് ദർ എനിവൺ? ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. 4 ഗിഫ്റ്റ് ഞാൻ തന്നു കഴിഞ്ഞു. ഗിഫ്റ്റ് കിട്ടിയോ? 4ാമത്തെ ഗിഫ്റ്റ് തന്നിട്ടില്ല അല്ലേ? ഈ സെഷനിൽ നിങ്ങൾ ടാപ്പ് ചെയ്തപ്പോൾ ഉള്ള ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു PDF ഉണ്ട്. ആ PDF ഫയൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം.
ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുക കേട്ടോ. സോ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ PDF ഫയൽ ഞാൻ അയച്ചു തരാം. യു ക്യാൻ ഡൗൺലോഡ് ദാറ്റ്. PDF ഫയൽ വേണോ? അയച്ചോ? വർക്ക് ബുക്ക് വേണോ? ഇന്നത്തെ ഈ ഒരു സെഷന്റെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ബുക്ക് നിങ്ങൾക്ക് നൽകാം. യെസ്, അതിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ വർക്ക് ബുക്ക് ഞാൻ ഇവിടെ കാണിക്കാം. ഐ വിൽ ഷോ യു. ഞാൻ ഇവിടെ അതും കൂടെ കാണിക്കാം, അതെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിക്കാം. ഓക്കെ, ഐ വിൽ ഷോ യു എക്സാക്ട്ലി നിങ്ങൾ എങ്ങനെയാണ് ആ PDF ഫയൽ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പവർ പോയിന്റ് ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി കിട്ടും. നിങ്ങൾ അതൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് ബുക്കും കൂടിയാണ്. സോ വർക്ക് ബുക്ക് അണ്ടർസ്റ്റാൻഡിങ്, ഓക്കെ, വർക്ക് ഷീറ്റ് അണ്ടർസ്റ്റാൻഡിങ്, ഐ തിങ്ക് ഓക്കെ, ഇതല്ലല്ലോ. One minute. I have prepared that. This here. After life mastery, PPT. Okay. ചെറിയ സേഫ് ആക്കല്ലേ? Okay. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഷോ യു. റെഡി? ഓക്കെ, ഇതിലെന്താ വെച്ചാൽ PDF ആണിത്. ഇതിൽ നിങ്ങൾ വെച്ചാൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള PDF ആണ്. ഈ PDF കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജേർണലിംഗ് വർക്ക്ഷീറ്റ് PDF ആണ്. ഡിസ്കവറി EFT ആൻഡ് സ്ട്രെസ് റിലീസ് ഇന്നിപ്പോൾ നമ്മൾ ചെയ്തത് ബേസ് ചെയ്തിട്ടാണ്. ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്, അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ക്യൂരിയസ്, റിലാക്സ്ഡ്, ഇമോഷണൽ, കൺഫ്യൂസ്ഡ്, വാട്ട് എവർ ഇറ്റ് ഇസ്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, റെസ്പോൺസിബിൾ ചെയ്യിക്കുക. അതാണെങ്കിൽ അതിന് പുറമെ അഡീഷണലി നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത് അത് ഇവിടെ ജസ്റ്റ് റെക്കോർഡ് ചെയ്യുക കേട്ടോ, ജേർണൽ ചെയ്യുക എന്നുള്ളതാണ്. ഇന്നത്തെ ലേണിംഗ് നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു വർക്ക് ബുക്ക് കൂടെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുക. ആൻഡ് ബിഫോർ ടാപ്പിംഗ് വാട്ട് വാസ് യുവർ സ്ട്രെസ് ലെവൽ, നിങ്ങളുടെ സ്ട്രെസ് ലെവൽ എന്തായിരുന്നു ടാപ്പിങ്ങിന് ശേഷം, എന്നിട്ട് ലോ ആണ് നിങ്ങൾ എത്രയാണെന്നുള്ളത് അത് എഴുതി വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ടാപ്പ് ചെയ്തതിന് ശേഷം അത് എത്രയായിട്ട് കുറഞ്ഞു,
അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് അത് 0യിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ്, ഡിഡ് യു ഫീൽ എനി ഷിഫ്റ്റ് ഇൻ യുവർ ബോഡീസ് ആഫ്റ്റർ ടാപ്പിംഗ്? ടാപ്പിംഗിന് ശേഷം ബോഡിയിൽ എന്തെങ്കിലും ഇമോഷണൽ റിലീസ് ആണോ, പോസ്റ്റർ, ബോഡി ലാംഗ്വേജ് ചേഞ്ച് ആയോ, ഫിസിക്കൽ സെൻസേഷൻ, ശരീരത്തിൽ എന്തെങ്കിലും ഒരു വൈബ്രേഷനോ, ടിംഗ്ലിങ്ങോ, എനർജി കൂടുകയോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ട്, അത് കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യാം, എന്താണെന്നുള്ളത് എഴുതി വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വാട്ട് തോട്ട് ഓർ ഇമോഷൻസ് കെയിം അപ്പ് വിത്ത് മോസ്റ്റ് ഡ്യൂറിംഗ് ദ ടാപ്പിംഗ്? ഈ ടാപ്പിംഗിന് ശേഷം നിങ്ങൾക്ക് എന്ത് ഇമോഷൻസ് ആണ് ഉള്ളിലേക്ക്, ചിന്തകളാണ് വന്നത്? ഓക്കെ, ടാപ്പ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചിന്തകൾ വന്നു, ആ ചിന്തകൾ വന്ന മനസ്സിലേക്ക് വന്ന ചിന്തകൾ എന്താണ്? അപ്പോൾ ഈ ചില ഇമോഷൻസ് ഉണ്ട്, ചില സമയത്ത് എന്താ വെച്ചാൽ ദുഃഖം വരും, അല്ലെങ്കിൽ ഒരു വല്ലാത്ത സങ്കടം വരും, വിഷമം വരും, അല്ലെങ്കിൽ ദേഷ്യം വരും, ഇറിറ്റേഷൻ വരും. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഫീൽ ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ. ഓക്കെ, അല്ലെങ്കിൽ ഫിയർ, പേടി വരും, ആങ്സൈറ്റി വരും, റിലീഫ് അല്ലെങ്കിൽ റിലാക്സേഷൻ വരും. എന്തെങ്കിലും നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത ഒളിഞ്ഞു കിടന്ന ഫീലിങ്സുകൾ വരെ പുറത്തേക്ക് വരും. അതേപോലെ ചിന്തകൾ വരും, ചില പഴയ മെമ്മറികൾ വരും. എന്താണ് മെമ്മറികൾ വന്നത്? പഴയ ഏതെങ്കിലും മെമ്മറി വന്നു, അങ്ങനെയാണെങ്കിൽ അത് എഴുതി വെക്കണം. കാരണം അത് ചൈൽഡ്ഹുഡിൽ ട്രോമ ആണ്, നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതി വെക്കാം. ഫ്ലാഷ് ബാക്കുകൾ, മെമ്മറീസ്, സെൽഫ് ജഡ്ജ്മെന്റ്, എന്തെങ്കിലും സ്വന്തത്തെക്കുറിച്ച് എന്തെങ്കിലും ജഡ്ജ്മെന്റ് വന്നോ, ഞാൻ പോരാ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഗതികൾ, അങ്ങനെയാണെങ്കിൽ അതാണ് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ട വൺ ഓഫ് ദ മേജർ ബ്ലോക്ക്. ഇൻസൈറ്റ്സുകൾ, എന്തെങ്കിലും ഐഡിയാസ് വന്നോ, അറിവുകൾ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ഇറിറ്റേറ്റഡ് ആവുന്നത്, എന്തിനാണ് ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു ദേഷ്യം വരും, അല്ലെങ്കിൽ കൂട്ടുകാരുടെ, അങ്ങനെ എന്തെങ്കിലും സംഗതി. ഹോപ്പ്ഫുൾ പെർസ്പെക്റ്റീവ്, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള സംഗതികൾ വന്നിട്ടുണ്ടോ, അതെല്ലാം എഴുതി വെക്കാം. അതാണ് ഇതിൽ ചെയ്യേണ്ടത്. അതിൽ എന്നിട്ട് ജേണൽ പ്രോംപ്റ്റ് നിങ്ങൾ എഴുതി വെക്കണം. ആ ജേണൽ പ്രോംപ്റ്റ്, സ്ട്രെസ് ഫീൽസ് ലൈക്ക് ഡാഷ് ഇൻ മൈ ബോഡി, എന്താണോ അതിൽ നിന്ന് മനസ്സിലാക്കിയ പ്രകാരം സ്ട്രെസ് എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിൽ ഒരു വേദനയായിട്ടാണ്, അല്ലെങ്കിൽ പേടിയായിട്ടാണ്, അല്ലെങ്കിൽ സങ്കടമായിട്ടാണ്. ആൻഡ് ഐ വാണ്ട് ടു റിലീസ് ഇറ്റ് ബിക്കോസ്, എന്തുകൊണ്ട് ഞാൻ അത് റിലീസ് ചെയ്യണം, അതും എഴുതുക. ബിക്കോസ് എന്താണ്, അപ്പൊ ഇങ്ങനെ സ്ട്രെസ് ഫീൽസ് ലൈക്ക്, ഇവിടെ താഴെയാണ് എഴുതേണ്ടത് കേട്ടോ, ബ്ലാങ്ക് ആയിട്ടുള്ള ഏരിയയിൽ സ്ട്രെസ് ഫീൽസ് ലൈക്ക്. അപ്പൊ ഇത് പ്രിന്റ് എടുത്തിട്ട് എന്ത് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. കംപ്ലീറ്റ് ദിസ് സെന്റൻസ് ടു ഹെൽപ്പ് ഐഡന്റിഫൈ ഹൗ സ്ട്രെസ് മാനിഫെസ്റ്റ് ഫിസിക്കലി ഇൻ യുവർ ബോഡി. നിങ്ങളുടെ ശരീരത്തിൽ സ്ട്രെസ് വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. അപ്പൊ ചില സമയത്ത് എന്ന് വെച്ചാൽ ഇതിലേതെങ്കിലും എഴുതുക, സ്ട്രെസ് ഫീൽസ് ലൈക്ക് ഡാഷ് എന്ന് പറഞ്ഞില്ലേ, ടെൻഷൻ ഇൻ മൈ ഷോൾഡർ ഓർ ടെൻഷൻ ഇൻ നെക്ക്, സ്ട്രെസ് ഫീൽസ് ലൈക്ക് ടൈറ്റ് ചെസ്റ്റ്, സ്ട്രെസ് ഫീൽസ് ലൈക്ക് ഷാലോ ബ്രീത്തിങ്, സ്ട്രെസ് ഫീൽസ് ലൈക്ക് ഹെഡേക്ക് ഇൻ മൈ ബോഡി ഓർ ജോ ക്ലെൻച്ചിങ് ഇൻ മൈ. എന്താണ് ഫീൽ ചെയ്യുന്നത് എഴുതി വെക്കുക. ക്ലിയർ ആണോ? അടുത്തത് എന്താണ്, ഐ വാണ്ട് ടു റിലീസ് ഇറ്റ് ബിക്കോസ് ഐ വാണ്ട് ടു ഇംപ്രൂവ് മൈ ഹെൽത്ത്, ഐ വാണ്ട് ടു ഇംപ്രൂവ് മൈ വെൽബീയിങ്, ഐ വാണ്ട് ടു ക്രിയേറ്റ് എ ബെറ്റർ റിലേഷൻഷിപ്പ്, ഐ വാണ്ട് ടു റിലീസ് ഇറ്റ് ബിക്കോസ് ഇൻക്രീസ്ഡ് എനർജി ഫോക്കസ്, I want to release because I want to increase my focus. I want to create peace of mind or inner peace. I want to improve my health. അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ടാപ്പ് ചെയ്യുമ്പോൾ സ്ട്രെസ് ഫീൽസ് ലൈക്ക് ടെൻഷൻ ഇൻ മൈ ഷോൾഡർ വിച്ച് ഈസ് 5 out of 10. എന്നിട്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ക്ലിയർ ആണോ? ക്ലിയർ. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി അഫർമേഷൻ കൂടെ കൊടുക്കാം. Even when I feel overwhelmed, I choose to support and love myself. ഈ ഒരു വേർഡ് നിങ്ങൾ എന്ത് റിപ്പീറ്റ് ചെയ്ത് പറയാം. Even when I feel overwhelmed, I choose to support and love myself. Repeat this affirmation throughout your day, especially during moments when you feel stressed. Stress ആവുന്ന സമയത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക. Even when I feel overwhelmed, I choose to support and love myself. ഞാൻ എന്നെ സ്നേഹിക്കാൻ, സപ്പോർട്ട് ചെയ്യും. Consider this writing this affirmation sticky notes. എല്ലാ ദിവസവും എന്ത് ചെയ്യുക, ഒരു സ്റ്റിക്കി നോട്ട്സിലോ അല്ലെങ്കിൽ ബുക്കിലോ എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളോട് റിപ്പീറ്റ് ചെയ്തിട്ട് മിനിമം ഒരു 3 പ്രാവശ്യങ്ങൾ എഴുതുക കേട്ടോ. അഫർമേഷൻസിന്റെ പ്രത്യേകത എന്താണ്? മോർ എഫക്റ്റീവ്, സ്പോക്കൺ വിത്ത് ലൗഡ് വിത്ത് ഫീലിംഗ്. നല്ല സ്ട്രോങ് ആയിട്ട് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക് ഇത് എഫക്റ്റ് ഉണ്ടാവും, നല്ല ചേഞ്ച് ഉണ്ടാവും. അടുത്തത് ഒരു ഓപ്ഷണൽ പ്രാക്ടീസ് ആണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ടേക്ക് ഡീപ് ബ്രെത്ത്, ഇൻഹേൽ സ്ലോലി ത്രൂ യുവർ നോസ് ആൻഡ് എന്ത് ചെയ്യുക, ലങ്സ്, ശ്വാസകോശത്തിൽ മാക്സിമം എയർ നിറച്ചിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് ദെൻ റിലാക്സ് ചെയ്യുക. പ്ലേസ് യുവർ ഹാൻഡ് ഓൺ യുവർ ഹാർട്ട്, ഹൃദയത്തിൽ എന്ത് ചെയ്യുക, കൈകൾ വെക്കുക. ഹൃദയമായിട്ട് നിങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പറയുക, ഐ ആം സേഫ് ടു ഹീൽ, ഐ ആം സേഫ് ടു ഹീൽ, ഐ ആം സേഫ് ടു ഹീൽ. 3 പ്രാവശ്യം, 2 പ്രാവശ്യം മിനിമം പറയാം. ഐ ലവ് ടു ഹീൽ, ഐ ആം സേഫ് ടു ഹീൽ, ഇറ്റ്സ് ഓക്കെ ടു ഹീൽ. ഇതെങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? സോ ഇനി ഫർദർ എന്താ വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്.
നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരിക. ഓക്കെ, ഇതാണ് PDF. നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, ഉപയോഗിക്കുക. PDF കൂടെ ഉപയോഗിക്കുമ്പോഴാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇത് ശരിക്കും വർക്കൗട്ട് ആവുക. ക്ലിയർ ആണോ? യാ യാ ദാറ്റ്സ് ഓക്കെ അബ്ദുൽ മജീദ്, ഇറ്റ്സ് ഫൈൻ. യെസ്, ബെല്ലിയിലേക്ക് എന്ത് ചെയ്യുക, ടാപ്പ് ചെയ്യുമ്പോൾ ടാപ്പ് ചെയ്യണോ ഇഷ്യൂ. വേറെ കുറെ ടാപ്പിംഗ് ഉണ്ട്. നമ്മൾ കോഴ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടാപ്പിംഗ് മാത്രമല്ല, വിരലുകൾ ടാപ്പിംഗ് ഉണ്ട്, ഇവിടെ ടാപ്പിംഗ് ഉണ്ട്, കുറേ സ്ഥലത്ത് ടാപ്പിംഗ് ഉണ്ട്. സോ ലോട്ട് ഓഫ് ടാപ്പിംഗ്സ് ആർ ദർ. ഓക്കെ, ലാൻഡ് ഗാമറ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ മെത്തേഡും കൂടിയുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. ഹൗ വാസ് ഇറ്റ് ഹെൽപ്ഫുൾ? എന്ത് ചെയ്യുക, വർക്ക് ബുക്ക് എന്ത് ചെയ്യുക? യെസ്, ഹെൽപ്ഫുൾ ആണോ? ഈ വർക്ക് ബുക്ക് എല്ലാവരും ഒന്ന് ഫില്ല് ചെയ്യുക കേട്ടോ. ഫില്ല് ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ ഒന്ന് സബ്മിറ്റ് ചെയ്യാവോ നിങ്ങൾ? അതിലെ ചോദ്യങ്ങൾ ഓക്കെ നിങ്ങളൊന്ന് ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ഒന്ന് സബ്മിറ്റ് ചെയ്യുക. വർക്ക് ബുക്ക് എഴുതിയെടുത്തിട്ട് നിങ്ങൾ ഇന്നത്തെ സെഷനെ ബേസ് ചെയ്തിട്ട് ആ വർക്ക് ബുക്ക് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി അതൊന്ന് ഫില്ല് ചെയ്ത് വർക്ക് ചെയ്തതിന് ശേഷം മോർ ഹെൽപ്ഫുൾ, വെരി ഗുഡ്. പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ എവിടെ ടാപ്പ് ചെയ്യണം. പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് വെച്ചാൽ കോഴ്സിലുണ്ടല്ലോ സഫാന പഠിപ്പിക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, ആ വർക്ക് ബുക്ക് ഒന്ന് ചെയ്യാം, ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ എന്തെങ്കിലും ഗ്രൂപ്പിലേക്ക് ഇടണം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സീ യു ലേറ്റർ.